ഉപാസകാനാം യദുപാസനീയം ഉപാത്തവാസം വടശാഖ്യമൂലേ തദ്ധാമദാക്ഷിണ്യജുഷാ സ്വമൂർത്യാം ജാഗർത്തു ചിത്തേ മമ ബോധരൂപം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അപാരസച്ചിത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. ദേഹം മൃണ്മയവജ്ജഡാത്മകമഹം ബുദ്ധിർന തസ്യാസ്ത്യതോ നാഹം തത്തദഭാവസുക്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ. കോഹം ഭാവയുതഃ കുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ഠാത്മനാം. സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവഃ പൂർണ്ണോ വിഭാതി സ്വയം. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാം. അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സീതാരാമഗുണഗ്രാമപുണ്യാരണ്യവിഹാരിണൗ വന്ദേ വിശുദ്ധവിജ്ഞാനൗ കവീശ്വരകവീശ്വരൗ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് ഭഗവാൻ വാൽമീകി മഹർഷി ഭരദ്വാജ മഹർഷിക്ക് ഉപദേശിക്കുന്നതായിട്ടുള്ള ഒരു അതിഗംഭീരമായ ജീവിതത്തിൽ വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നതായ ഒരു ശാസ്ത്രത്തിനെ നമ്മളിങ്ങനെ തുറന്നു കൊണ്ടുവരികയാണ്. പലരും ചോദിച്ചു, സ്വാമി കഴിയുന്നതിന് മുമ്പെങ്കിലുമൊക്കെ വസിഷ്ഠൻ പറഞ്ഞു തുടങ്ങുമെന്നാണ്. അതൊരു കാര്യം മനസ്സിലാക്കണം, വളരെ സ്പീഡായിട്ടാണ് പോയിരിക്കുന്നത്. അതായത് ഏകദേശം 200-300 ശ്ലോകങ്ങൾ കടന്നു പോയിരിക്കുന്നു. അത് പോരാ, അതിലധികം. ഒരു സർഗം കടന്നു പോയിരിക്കുന്നു, ഒരു പ്രകരണം കടന്നു പോയിരിക്കുന്നു, വൈരാഗ്യ പ്രകരണം മുഴുവൻ. അല്ലാതെ സാധാരണ നമ്മൾ 7 ദിവസം അതിന് 7 ശ്ലോകമേ ആവുള്ളൂ എന്തെങ്കിലുമൊക്കെ കൃതി എടുക്കുമ്പോൾ. ഇതൊരു പ്രകരണം മുഴുവൻ കടന്നു പോയിരിക്കുന്നു. അപ്പോൾ യോഗവാസിഷ്ഠം വസിഷ്ഠൻ പറയുമ്പോൾ മാത്രമല്ല, വാൽമീകി പറയുമ്പോൾ, ഭരദ്വാജൻ പറയുമ്പോൾ, രാമൻ പറയുമ്പോൾ, വിശ്വാമിത്രൻ പറയുമ്പോൾ, ഒരു കുട്ടി വേദം പഠിക്കാനായിട്ട് കാശിയിലേക്ക് പോയി. തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു പോയി. നടന്നിട്ടാണ് പോണത് പഴയ കാലത്ത്. അമ്മയ്ക്കും മകനും വലിയ അറ്റാച്ച്മെൻ്റാണ്. അമ്മ വളരെ വിഷമിച്ചുകൊണ്ട് 5-ാമത്തെ ദിവസമായപ്പോൾ പറഞ്ഞു, ഉള്ളത് 4 വേദം, ദിവസം 5 ഇവൻ ഇവിടെ കാണാത്തത്. അതുപോലെ അയാൾ നടന്ന് വടക്കഞ്ചേരി കിടന്നുണ്ടാവില്ല. നമുക്ക് ഇവിടെ
ഈ ശാസ്ത്രത്തിലെ ആദ്യ ഭാഗം ഇന്ന് അവസാനിക്കുകയാണ്. ഇതൊക്കെ തന്നെ യോഗവാസിഷ്ടമാണ്. അതിൻ്റെ പ്രിപ്പറേഷനും ജ്ഞാനവും എല്ലാം അതിനകത്ത് വന്നു. രാമൻ വസിഷ്ഠന്റെ അടുത്ത് ഉപദേശിക്കൽ മാത്രമല്ല, ഇപ്പൊ ഫസ്റ്റ് പാർട്ട് വിശ്വാമിത്രനാണ്. ആദ്യത്തെ അധ്യായത്തിൽ വസിഷ്ഠനില്ല. ഇന്നലെ നമ്മൾ ശുഗജനക സംവാദം കണ്ടു. ശുഗമഹർഷി ജനകന്റെ സദസ്സിൽ ചെന്നതും ജനക മഹാരാജാവ്, അദ്ദേഹത്തിന് വിദേഹൻ എന്നാണ് പേര്. വിദേഹൻ എന്ന് വെച്ചാൽ ദേഹത്തിന് അപ്പുറമുള്ളവൻ, ദേഹമേ ഇല്ലാതെ ജീവിക്കുക എന്നാണ്. എന്നുവെച്ചാൽ ദേഹത്തിന്റെ ഒരു പ്രശ്നവും ബാധിക്കാതെ ഇരിക്കുന്ന ഒരു രാജാവാണ്, സന്യാസിയല്ല. ഈ ജനകനും അഷ്ടാവക്രനും കൂടിയുള്ള കോൺവെർസേഷനാണ് അഷ്ടാവക്ര സംഹിത. അതിപ്പോ ധാരാളം ആളുകൾ അഷ്ടാവക്ര സംഹിത ചോദിക്കും. അത് നേരിട്ടുള്ള ജ്ഞാനമാണ്. അത് എല്ലാവർക്കും ഒന്നും യോഗ്യത ഉണ്ടാവുമെന്ന് പറയാൻ വയ്യ. വളരെ എളുപ്പത്തില് ആത്മതത്വം ഉപദേശിക്കുകയാണ്. പഴയ മൗണ്ടൻ പാത്തില് ഒരു ടീച്ചർ ഡിസൈപ്പിൾ കോൺവെർസേഷൻ, ഗുരു ശിഷ്യ സംവാദം, ഒരു കൊച്ചു പാരഗ്രാഫ് വന്നിരുന്നു. അതൊരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ആ ടൈറ്റിൽ തന്നെ പേര് 1 Minute Wisdom എന്നാണ് പേര്. 1 Minute Wisdom എന്ന് പറഞ്ഞ ഒരു പുസ്തകം തന്നെ ഉണ്ട് എന്നാണ് തോന്നണത്. ആന്റണി ഡ്യുമെലോ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. പേര് കേട്ട് കഴിഞ്ഞാൽ ഫോറിനറാണെന്ന് തോന്നുന്നു. ഫോറിനർ അല്ല അദ്ദേഹം. പലരും അദ്ദേഹത്തിന് അമേരിക്കൻ ആണെന്ന് വിചാരിച്ചത്. അദ്ദേഹം മലയാളിയാണ്. ഒരു മലയാളി ഫാദറാണ്. മുമ്പുണ്ടായിരുന്ന നോർത്തിലെവിടെയോ ആയിരുന്നു അദ്ദേഹം, മഹാരാഷ്ട്ര എവിടെയായിരുന്നു തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമാണ് പുസ്തകങ്ങൾ. ഒരുപാട് കഥകളും രാമകൃഷ്ണ പരമഹംസരുടെയും ഒക്കെ കഥകളൊക്കെ അദ്ദേഹം എടുത്ത് കൊച്ചു കഥകളായിട്ട് സോങ് ഓഫ് എ ഫ്രോഗ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. നല്ല രസമായിട്ട് വായിക്കാം കഥകൾ. സോങ് ഓഫ് എ ഫ്രോഗ്, പ്രേയർ ഓഫ് എ ഫ്രോഗ്. അപ്പോൾ ആന്റണി ഡിമെലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതാണത്. അപ്പോൾ 1 Minute Wisdom. അപ്പൊ ശിഷ്യൻ ചോദിക്കുകയാണ്, ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു റിയലൈസ് ദ ട്രൂത്ത്? സത്യത്തിനെ സാക്ഷാത്കരിക്കാൻ എത്ര നേരം വേണം? അപ്പോൾ ഗുരു പറയാണ്, പെർഹാപ്സ് 1 minute. 1 minute പോരെ? 1 minute? Is it not too brief? No, it is 59 seconds long. $50 സെക്കൻഡ് അധികം ഉണ്ടെന്നാണ്. 50 സെക്കൻഡ് അതിൽ അധികമുണ്ട്. അപ്പോ എന്താന്ന് വെച്ചാൽ എത്ര നേരമാണ് സൂര്യനെ നോക്കുക? അങ്ങനെ നോക്കിയാൽ നോക്കാം. നമ്മളിപ്പോൾ എത്ര പേര് രാവിലെ എണീറ്റ് സൂര്യനെ നോക്കിയിട്ടുണ്ട്? അത് നോക്കാൻ കാലം കഴിച്ചു കൂട്ടുകയാണ്, നോക്കാതെ അല്ലേ? നോക്കിയാൽ ഇങ്ങനെ കണ്ടാൽ കാണാം. അതേപോലെ ആത്മാവിനെ ദർശിക്കാൻ എത്ര നേരം വേണം? ദർശിക്കണമെന്ന് തീരുമാനിച്ചാൽ മതി. നമുക്ക് എത്ര കാര്യം കിടക്കണം. അതാണ് ശുകാചാര്യർ ഭാഗവതത്തിൽ പറഞ്ഞത്. ആരംഭത്തിലെ ശ്ലോകം മനുഷ്യന് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ്. അപശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേദിനാം ശ്രോതവ്യാദീനി രാജേന്ദ്ര നൃണാം സന്തി സഹസ്രശഃ. ആയിരക്കണക്കിന് കാര്യങ്ങൾ ആളുകൾക്ക് കേൾക്കാനും അറിയാനുണ്ട്. ഇതിനൊന്നും സമയമില്ല എന്നാണ്. വഖഫ് ബില്ല് എന്തായി? യുക്രൈനിൽ എന്ത് സംഭവിച്ചു? ഉഗാണ്ടയിൽ എന്ത് സംഭവിച്ചു?
ഇതൊന്നും അറിയണ്ടെന്നല്ല, പക്ഷെ ഇതൊക്കെ ഉള്ളപ്പോ ഇപ്പൊ ആരാപ്പ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കാൻ പോണത്? ഉഗാണ്ടയും ഉസ്ബെക്കിസ്ഥാനും ഒക്കെ അറിയും. അവനവന്റെ ഉള്ളിലുള്ള സാധനത്തിനെ ചോദിക്കാൻ ഇയാള് സമയമേ ഇല്ല. ഒരു പാട്ടുണ്ട് തമിഴില്, രമണ മഹർഷിയുടെ ഭക്തനായ ഒരു സ്വാധുവും അദ്ദേഹം എഴുതിയ പാട്ടാണ്. എന്നോ അറിയ എട്ടിക്കുതിപ്പാരടി തന്നൈ അറിയാരടി കിളിയേ സന്ദേഹ ജീവരടി. എന്നോ അറിയ എട്ടിക്കുതിപ്പാരടി എന്നാണ്. ഇങ്ങനെ തള്ളി ചാടുക അത്രേ. കണ്ടം കിടന്ന് ഖണ്ഡത്തിലേക്ക് ചാടുകയാണ്, ഭൂഖണ്ഡത്തിൽ നിന്ന് ഭൂഖണ്ഡത്തിലേക്ക്. തന്നൈ അറിയാരടി, തന്റെ സ്വരൂപം എന്താണെന്ന് അറിയണില്ല. പറഞ്ഞു കൊടുത്താലോ സന്ദേഹ ജീവരടി, സംശയം. പല പല വിഷയങ്ങൾ. അപ്പോ എപ്പോഴാണോ ഒരാൾക്ക് ഇത് വേണമെന്ന് തോന്നുന്നത്, അപ്പോ വളരെ എളുപ്പമാണ്. ഇതുപോലെ എളുപ്പമായിട്ടുള്ള മറ്റൊന്നുമില്ല എന്ന് വാസിഷ്ഠം പല സ്ഥലത്ത് പറയുന്നുണ്ട്. നാന്യത് ശാസ്ത്രം അസ്തീഹ ഭൂതലെ മൗർഖ്യാപഹം യഥാശാസ്ത്രം നാന്യതസ്തീഹ ഭൂതലെ. ഈ ശാസ്ത്രം അല്പമൊന്ന് കേട്ടാൽ, കുറച്ചൊന്ന് കേട്ടാൽ മതി എന്നാണ്. മൗർഖ്യാപഹം, ഇവന്റെ അജ്ഞാനത്തിന് മൂർഖതയെ നീക്കി തീർക്കും. അങ്ങനെ ഒരു മറ്റൊരു ശാസ്ത്രം സൂര്യന് ചുവട്ടിലില്ല എന്നാണ്, ഭൂമിയിലില്ല. അത്ര ഗംഭീരമായിട്ടൊക്കെ പറയപ്പെടുന്ന ശാസ്ത്രമാണിത്. മലയാളത്തിലൊക്കെ വളരെ പ്രസിദ്ധമാണ്. മലയാളത്തിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടോ എന്നറിയില്ല. ഷാബു മേനോന്റെ ട്രാൻസ്ലേഷനാണ് അത്. ഇപ്പോൾ വാസിഷ്ഠ സുധ എന്ന് പറഞ്ഞ് ബാലകൃഷ്ണൻ നായർ സാറ്, ജി ബാലകൃഷ്ണൻ നായർ സാറ് മലയാളത്തില് അത്യാവശ്യം മുഖ്യമായ ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ മലയാളത്തിൽ അപ്പടി ട്രാൻസ്ലേഷനാണ്, ഒന്നും വിട്ടുപോയിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് കുറച്ച് വ്യാഖ്യാനിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാഷയും അദ്ദേഹത്തിന്റെ പ്രതിപാദന ശൈലിയും എല്ലാവർക്കും വളരെ പ്രസിദ്ധമാണ്. സ്വയം സ്വാനുഭവ സമ്പന്നനായ ഒരു മഹാത്മാവായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വാസിഷ്ഠ സുധ എന്നൊരു പുസ്തകമുണ്ട്. അത് കുറച്ച് ശ്ലോകങ്ങളേ ഉള്ളൂ. അതിൽ മുഴുവൻ ശ്ലോകങ്ങളും ജ്ഞാനവാസിഷ്ഠം എന്ന പേരിൽ മലയാളത്തിൽ ശ്ലോകരൂപത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ എവിടെയെങ്കിലും അന്വേഷിച്ച് നോക്കൂ, ചിലപ്പോൾ കിട്ടിയേക്കാം. കുഞ്ഞുകുട്ടൻ നമ്പുരാന്റെ മഹാഭാരതം തന്നെ കിട്ടാനുണ്ടോ അറിയില്ല. ഉണ്ടോ? അപ്പൊ ഇതൊന്ന് അന്വേഷിച്ച് നോക്കൂ, ചിലപ്പോൾ പഴയ പുസ്തകങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കിട്ടിയേക്കാം. എന്തായാലും രാമൻ തന്റെ ദുഃഖമൊക്കെ പറഞ്ഞു. അത് രാമനെ ഈ ജനക സംവാദം. അപ്പൊ ജനക മഹാരാജാവ് പറഞ്ഞു, നമ്മൾ അഷ്ടാവക്ര മഹർഷിയുടെ അടുത്ത് ഉപദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അഷ്ടാവക്രൻ പറഞ്ഞു, തനിക്ക് വേണമെങ്കിൽ ജ്ഞാനം ഇങ്ങനെ ഉണ്ടാവുന്നു. അതിനാണ് നമ്മൾ ഈ കഥ പറഞ്ഞത്. യതി ദേഹം പൃഥക്കൃത്യ ചിതി വിശ്രാമ്യ തിഷ്ടസി അധുനൈവ സുഖീ ശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി. വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് അഷ്ടാവക്ര സംഹിതയിൽ. യതിദേഹം പൃഥക്കൃത്യ, അങ്ങനെ ഏകാന്തമായി ഇരുന്ന് കുറച്ച് നിശബ്ദമായി നിശ്ചലമായി ഇരുന്നിട്ട്, ഈ ദേഹം ഞാനല്ല. അത് സാധാരണ പറയണത് ഈ ദർഭ പറിച്ചെടുക്കണ പോലെ തന്നെയാണ്. ദർഭ ഇങ്ങനെ പിരിച്ചെടുക്കണ പോലെ, അല്ലെങ്കിൽ ഈ പഴം ഉരിച്ച് തോല് കളയണ പോലെ എന്ന് വെച്ചോളൂ, കുറച്ചുകൂടെ മനസ്സിലാവാൻ. ഈ ദേഹത്തിനെ ഞാനല്ലെന്ന് തള്ളി ഉള്ളിലുള്ള സത്തയെ കണ്ടെത്തി അതിൽ അല്പമൊന്ന് വിശ്രമിക്കാമെങ്കിൽ ഇപ്പൊ തന്നെ നീ ഫ്രീ ആവുന്നു. മുക്തസ്ത്വം ഭ്രാന്തി മുത്സൃജ എന്ന് പറഞ്ഞല്ലോ, നീ മുക്തനാണ്. ഈ ഭ്രമം അങ്ങോട്ട്, ഡെലൂഷൻ, ഭ്രാന്തി വിടും. അപ്പൊ ദേഹത്തിന് ശരി. അപ്പൊ ചിലർക്കൊക്കെ പറയും, അതൊക്കെ പറയാ സ്വാമി, നമുക്ക് സാധിക്കോ എന്ന് ചോദിക്കും. പറയെങ്കിലും ചെയ്യാലോ അല്ലേ? എന്തൊക്കെയോ പറയണു. ആരംഭത്തിൽ നമ്മളിത് പറയാം, പിന്നെ കുറച്ചു നേരത്തേക്ക് ഭാവന ചെയ്യാം.
ഏകാന്തത്തിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ഭാവന ചെയ്യണം. അതിനു പകരം ഞാൻ സ്വതന്ത്രനാണ്, ആനന്ദസ്വരൂപനാണ്, ചൈതന്യസ്വരൂപനാണെന്ന് ഭാവന ചെയ്തൂടെ? വിവേകാനന്ദ സ്വാമികൾ അങ്ങനെ പറഞ്ഞു അമേരിക്കയിൽ. നിങ്ങൾ ശുദ്ധ ചൈതന്യമാണ്, ആനന്ദസ്വരൂപികളാണ്. കാരണം അവരൊക്കെ പാപികളെ പാപികളെ എന്ന് കേട്ട് കേട്ട് വളർന്നവരാണ്. ഇവിടെ ഒരാൾ വന്ന് പറയണു പാപികളെ എന്ന് വിളിക്കുന്നത് പാപമാണ്, നിങ്ങൾക്കൊന്നും പാപമേ ഇല്ല, നിങ്ങൾ ശുദ്ധരാണ്. ഇറ്റ് ഈസ് എ സിൻ ടു കോൾ യു എ സിന്നർ. യു ആർ the Upanishadic sages, they call you as children of immortality. അമൃതസ്യ പുത്രാഹ. നിങ്ങൾ ശുദ്ധ ചൈതന്യമാണ്. ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരാശയമാണ്. നമ്മൾ എന്തൊക്കെയോ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഈ ചൈതന്യമാണ്, ആത്മാവാണ്. എങ്കിലും ഈ സത്യമായതുകൊണ്ടുണ്ടല്ലോ, ഇപ്പൊ നോക്കൂ, നിങ്ങളെ ആരെങ്കിലുമൊക്കെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ മഹാത്മാഗാന്ധിയാണോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? തലയ്ക്ക് ഭ്രാന്താണെന്ന് പറയും അല്ലേ? കേൾക്കുന്നൊരു സുഖവും ആർക്കും ഉണ്ടാവില്ല. ഭ്രാന്താണെന്ന് പറയും. പക്ഷേ നിങ്ങൾ ആത്മാവാണ്, ചൈതന്യമാണെന്ന് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്, ഒരു ഇൻറ്റ്യൂട്ടീവ് ഹാപ്പിനെസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന സത്യമാണ് ഇവിടെ പുറത്ത് ശബ്ദത്തിൽ വരുന്നത്. നമുക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ ഒരു സുഖമുണ്ട്. ഇതുപോലെ സ്വാമി വിവേകാനന്ദ അവിടെ വിളിച്ചു പറയുമ്പോൾ ആളുകൾ ഒരു ആനന്ദലഹരി ഉണ്ടായി തുടങ്ങിയവർക്ക്, കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്. ചിലരൊക്കെ സന്തോഷം ഉണ്ടായി. അവരത് കഴിഞ്ഞിട്ട്, ആ സത്സംഗം കഴിഞ്ഞിട്ട് പുറത്തു പോകുമ്പോൾ കുറെ ആളുകൾ കൂടിയിരുന്ന് പറയും, ഇദ്ദേഹം നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യാണോ? കാരണം നമ്മൾക്കറിയാം നമ്മളുടെ അടുത്ത് ഒരുപാട് ദോഷമുണ്ട്, നമ്മൾ കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെയാണ്. അദ്ദേഹം പറയുന്നത് there is no impurity, you are not the flesh, you are not the body, you are the spirit, you are the self. ഇത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സർ യു ആർ ഹിപ്നോട്ടൈസിങ് us. ഹിപ്നോട്ടൈസ് ചെയ്യാണ്, മയക്കാണ്. അപ്പൊ സ്വാമിജി പറഞ്ഞു, മൈ ഡിയർ ചൈൽഡ്, ദർ ഇസ് നോ നീഡ് ഫോർ ഹിപ്നോസിസ്, യു ആർ ഓൾറെഡി ഹിപ്നോട്ടൈസ്ഡ്. ഐ ആം ഓൺലി ഡീഹിപ്നോട്ടൈസിങ് യു. ഇപ്പൊ തന്നെ മയങ്ങിക്കിടക്കുകയാണ്. എത്രയോ ജന്മങ്ങളായി സ്വപ്നത്തിന് മേലെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദീർഘസ്വപ്നമിമം വിദ്ധി ദീർഘം വാ ചിത്തവിഭ്രമം എന്നാണ് വാസിഷ്ഠം. അനാദിമായയാ സുപ്തഃ യദാ ജീവഃ പ്രബുധ്യതേ അജം അനിദ്രം അസ്വപ്നം അദ്വൈതം ബുധ്യതേ തദാ. അനാദിമായ മായ എപ്പോൾ തുടങ്ങി എന്ന് പറയാൻ വയ്യ. അപ്പൊ തൊട്ട് തുടങ്ങിയിട്ട് ജന്മങ്ങളിലൂടെ സ്പെഷ്യലൈസ് ചെയ്ത് വന്നിരിക്കുകയാണ്. എന്തില്? ബന്ധത്തിൽ കിടക്കാൻ എക്സ്പെർട്ടൈസ് ആയിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരിക്കൽ ഉണരുമ്പോ അജമനിദ്രമസ്വപ്നം, ഇനിമേല ഒരു ഭ്രമമില്ല, സ്വപ്നമില്ല, ഇനി ഉറങ്ങില്ല, ശുദ്ധ ചൈതന്യമാണെന്നുള്ള അറിവിലേക്ക് ഉണരുകയാണെന്ന്. അപ്പോ ഈ ഉണർത്താനാണ്, ആളെ ഒന്ന് ഉണർത്തിവിടാനാണ് മഹാത്മാക്കളുടെ ആവശ്യം, ശാസ്ത്രങ്ങളുടെ ആവശ്യം. അപ്പോ ശുകബ്രഹ്മ മഹർഷിയെ ജനകൻ ഒന്ന് പരീക്ഷിച്ചു. സത്യദർശിയാണ്, ശരി പോരാ, സത്യദർശിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ. പല ആളുകൾ പറയും, ഞങ്ങള് കഴിഞ്ഞ വർഷം ജാനുവരി 1-ാം തീയതി ഒരു പ്ലാവിന്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ എനിക്ക് ജ്ഞാനുണ്ടായി എന്നൊക്കെ പറയും. എനിക്ക് ഇന്ന സ്ഥലത്ത് ജ്ഞാനോദയം ഉണ്ടായി, ഒരു വല്ലാത്ത പ്രകാശ ദർശനം. ശരി, അത് കഴിഞ്ഞ് ആളുകൾ ഒബ്സർവ് ചെയ്യും. എങ്ങനെയാ നിങ്ങളുടെ സ്വഭാവം, എങ്ങനെയാ നിങ്ങളുടെ പ്രകൃതി, എങ്ങനെയാ ഈ അറിവ് ശാശ്വതമായിട്ട് നിൽക്കുന്നുണ്ടോ, നിത്യനിരന്തരം അതിന്റെ അനുഭവത്തിന്റെ രസം നിങ്ങളിലുണ്ടോ, ഇല്ലെങ്കിൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇത് വെറുതെ പറഞ്ഞതാണ്. മാത്രമല്ല, മറ്റുള്ളവർ ഒബ്സർവ് ചെയ്യണത് പോട്ടെ, നിങ്ങൾക്ക് തന്നെ ആനന്ദമൊന്നും ഉണ്ടാവില്ല.
ഇതൊക്കെ കുറച്ച് പറയാമെന്നല്ലാതെ എനിക്കിപ്പോ മറ്റുള്ളവരെ വേണമെങ്കിൽ പറ്റിക്കാം. അവനവനെ എങ്ങനെ പറ്റിക്കും? അവനവന് സന്തോഷം വേണമല്ലോ, ആനന്ദം വേണമല്ലോ, തൃപ്തി വേണമല്ലോ. അപ്പൊ ആ ആനന്ദത്തിന് എവിടെ പോകും? അപ്പോ ഈ അവിദ്യ നിശേഷം, വികല്പം എന്ന് വെച്ചാൽ ഈ സത്യദർശനത്തിലുള്ള തടസ്സം മുഴുവൻ നീങ്ങണം. അത് മുഴുവൻ നീങ്ങുകയാണെങ്കിൽ ഇവിടെ തന്നെ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ഒരാൾ മുക്തനായിട്ട് തീരും. ജനകൻ അങ്ങനെയാണ്. ജനകന് ആത്മജ്ഞാനം ഉണ്ടായിട്ട് ജനകൻ പറയുന്നു, ഈ വിശ്വപ്രപഞ്ചങ്ങൾ എന്നിൽ അനേകം ഉദ്ഭവിക്കുന്നു, നിൽക്കുന്നു, അടങ്ങുന്നു. ശുഗൻ ഇപ്പൊ ചോദിച്ചല്ലോ, എവിടെ ഉദിക്കുന്നു, നിൽക്കുന്നു, അടങ്ങുന്നു? ജനകന്റെ ഉത്തരം, മയി അനന്ത മഹാംബോധൗ സുഖാംബോധൗ ബഹുധാ വിശ്വവീചയ ഉദേതി അസ്തമായാതി നമേ വൃദ്ധി നമേ ക്ഷയ. ഞാനാകുന്ന അനന്ത സുഖസമുദ്രത്തിൽ എത്രയോ വിശ്വങ്ങളാകുന്ന അലകൾ ഉദിക്കുന്നു, നിൽക്കുന്നു, അസ്തമിക്കുന്നു. എനിക്ക് വൃദ്ധിയോ ക്ഷയമോ ഒന്നുമില്ല. ഞാൻ അതേപടി ഇരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ സഭയിലാവട്ടെ, കൊട്ടാരത്തിലാവട്ടെ, യുദ്ധഭൂമിയിലാവട്ടെ, എവിടെയാണെങ്കിലും ഞാൻ തനിച്ചാണെന്നാണ് പറയുന്നത് ജനകൻ. എന്താണെന്ന് വെച്ചാൽ അന്യം ആരും ഇല്ലല്ലോ, എല്ലാ ആത്മസ്വരൂപമാണ്. അഹോ ജനസമൂഹേപി, ജനങ്ങളുടെ മധ്യത്തിലും ന ദ്വൈതം പശ്യതോ മമ, രണ്ടാമതൊന്ന് കാണാത്ത എനിക്ക് അരണ്യമിവ സംവൃത്തം, നല്ല കൊടുങ്കാട്ടിലിരിക്കണ പോലെയാണ് പ്രതീതി. ക്വരതിം കരവാണ്യഹം, ഞാൻ എന്തിനോട് ഒട്ടിപ്പിടിക്കും, എന്ത് ബന്ധം, എന്ത് ദുഃഖം, ഒന്നുമില്ല. നല്ല ശാന്തി. ഒരു രാജാവാണ്. അപ്പൊ ആ രാജാവിന്റെ ആനന്ദത്തിൽ ഉദിച്ചതാണ് സീത. അതുകൊണ്ടാണ് ജനകനന്ദിനി, വൈദേഹി എന്നൊക്കെ വിളിക്കണം രാമൻ. ഇതൊക്കെ രാമൻ തന്നെ വിളിക്കുന്ന പേരുകളാണ്. ജനകനന്ദിനി, വൈദേഹി. ഇന്നിപ്പോ രാവിലെ പോലും കണ്ടുവല്ലോ അല്ലേ, സീത കാട്ടിലിരുന്ന് രസിക്കുമ്പോൾ പറഞ്ഞു വിദേഹരാജസ്യ സുത, വിദേഹരാജസ്യ സുത, വിദേഹരാജാവിന്റെ പുത്രിയാണെന്നാണ്. അപ്പോ ഈ ക്ഷീയതേ ദഗ്ധസംസാര നിസ്സാര ഇതി നിശ്ചയ, ഈ സംസാരം നിസ്സാരമാണ്. ഇതൊക്കെ നിൽക്കുന്നത് ഞാൻ കർത്താവാണ്, ഭോക്താവാണ്, ഞാനാണ്. ദ ഡുവർഷിപ്പ് ആൻഡ് എൻജോയർഷിപ്പ്, ഇതിലാണ് നിൽക്കുന്നത്. അഹം കർത്തേതി അഹമ്മാന മഹാകൃഷ്ണാഹി ദംശിത നാഹം കർത്തേതി വിശ്വാസ അമൃതം പീത്വാ സുഖീ ഭവ. ഇതൊക്കെ ജ്ഞാനത്തിന്റെ ടാബ്ലറ്റാണ്, മരുന്നാണ്. ഞാൻ കർത്താവാണ് എന്നുള്ള അഭിമാനത്തിലാണ്, ഞാനാണ് ചെയ്യണത്. ഇതിലാണ് ഇത്രയും വലിയ വികല്പം നിൽക്കുന്നത്. ഈ ഞാൻ ആരാണ്? ഞാൻ കർത്താവാണ്, ഞാൻ ചെയ്യുന്ന ആളാണെന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഞാൻ ആരാണ് എന്ന് ആരാഞ്ഞ് നോക്കുമ്പോൾ ഈ ഞാനിനെ കാണാനില്ല. രാമകൃഷ്ണ പരമഹംസർ പറയുന്നു, ഉള്ളി തോല് പൊളിച്ചെടുക്കും തോറും ഉള്ളിയുടെ ഉള്ളിലൊന്നുമില്ല. അതുപോലെ ഈ ഞാൻ ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ ദേഹമല്ല, പിന്നെ മനസ്സല്ല, ഇതല്ല, അതിലൊക്കെ തള്ളിക്കളഞ്ഞ ആളെ കാണാനില്ല. ഈ അഭിമാനത്തിനൊരു ഇരിപ്പിടമില്ല. അപ്പൊ ഈ കർത്താവ് എന്ന് പറയുന്ന ആളാരാ? ഒരാളില്ല. നാഹം കർത്തേതി വിശ്വാസ അമൃതം പീത്വാ സുഖീ ഭവ. ഞാൻ കർത്താവോ ഭോക്താവോ അല്ല, ഈ ഒരു വിശ്വാസമാകുന്ന അമൃതം കുടിച്ച് സുഖമായിട്ടിരിക്കുന്നു. സുഖീ ഭവ, ശാന്തോ ഭവ, സുഖമായിട്ട് ശാന്തമായിട്ടിരിക്കും. ഇതാണ് ജനകന് അഷ്ടാവക്രൻ കൊടുക്കുന്ന ഉപദേശം. അപ്പോ ഈ ഉപദേശമൊക്കെ കേട്ടിട്ട് ശിഷ്യൻ എന്ത് ചെയ്തു? ഇത് ഞാൻ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു. കുറച്ചു ദിവസം മെഡിറ്റേഷൻ ചെയ്തു. എന്നിട്ട് ശിഷ്യൻ പറഞ്ഞു ഗുരുവിൻ്റെ അടുത്ത്, ഞാൻ ധ്യാനിക്കാൻ നോക്കുകയാണ്, എന്തുകൊണ്ട് എനിക്ക് പരമശാന്തി വരുന്നില്ല? അയമേവ ഹി തേ ബന്ധ യത് സമാധിമനുതിഷ്ഠസി. അഖണ്ഡമായ സത്യത്തിനെ 1.5 മണിക്കൂറിൽ ഒതുക്കാൻ നോക്കുന്നത് കൊണ്ടാണ് നീ ബന്ധത്തിൽ കിടക്കണം. അയമേവ ഹി തേ ബന്ധ യത് സമാധിമനുതിഷ്ഠസി. നിത്യനിരന്തരം ഏതൊരു സത്തയിൽ ഇരിക്കണോ അതിനെ റെക്കഗ്നൈസ് ചെയ്യണതിന് പകരം രാവിലെ 7 to 8 മെഡിറ്റേഷൻ. വിവേകാനന്ദ സ്വാമികൾ നോക്കൂ, ഇത് ഈ മെഡിറ്റേഷൻ ഒന്നും വേണ്ടെന്നല്ല കേട്ടോ, അതൊക്കെ ആരംഭത്തിൽ എല്ലാവർക്കും വേണം. ഒരു നിഷ്ഠ വേണം, ഡിസിപ്ലിൻ വേണം, നമ്മൾ പറഞ്ഞുവല്ലോ. ഡെയിലി പ്രാക്ടീസ്, അനുഷ്ഠാനമൊക്കെ വേണം.
പക്ഷെ അത് കടന്നു പോകുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. അതിപ്പോൾ ആരംഭത്തിലേ നിങ്ങൾ തുടങ്ങണ്ട, അങ്ങനെ സ്വാമി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയല്ല. ഈ രാമകൃഷ്ണ മഠം സ്ഥാപിച്ചുവല്ലോ കൽക്കട്ടയിൽ. അപ്പോൾ ഒരു മഠം ആശ്രമമൊക്കെ സ്ഥാപിച്ചാൽ റൂട്ടീനൊക്കെ വേണം, ഡിസിപ്ലിൻ വേണം. രാവിലെ 4 മണിക്ക് ബെല്ലടിക്കും, എഴുന്നേൽക്കണം, കുറച്ചു നേരം ധ്യാനിക്കണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ഡിസിപ്ലിൻസ് വെച്ചു. അപ്പോൾ രാമകൃഷ്ണ പരമഹംസരുടെ മറ്റൊരു ശിഷ്യൻ, ലാട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ബീഹാറിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എഴുത്തും വായനയൊന്നും അറിയില്ല, പഠിപ്പൊന്നുമില്ല. രാമകൃഷ്ണദേവൻ അദ്ദേഹത്തിന് ഒരു മന്ത്രം ഉപദേശിച്ചിട്ടുണ്ട്. അത് പിടിച്ച് അദ്ദേഹം വളരെ ഉയർന്ന സ്ഥലത്തിൽ പോയി രാവും പകലും ധ്യാനനിഷ്ഠനായിട്ടിരിക്കും. അപ്പോ വിവേകാനന്ദ സ്വാമികൾ ഈ നിയമമൊക്കെ വെച്ചു. രാവിലെ 4 മണിക്ക് എഴുന്നേക്കണം, ഇന്ന സമയത്ത് ധ്യാനിക്കണം, അത് കഴിഞ്ഞാൽ ഇന്ന സമയത്ത് ആരത്തി എന്നൊക്കെ പറഞ്ഞു വെച്ചു. ഇതൊക്കെ ഈ വരുന്ന ബ്രഹ്മചാരികൾക്കും അവർക്കൊക്കെ ഒരു ഡിസിപ്ലിൻ വേണം. ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വരണവരാണല്ലോ. അപ്പൊ ഈ ഒരു ദിവസം ഒരാൾ ഓടി വന്ന് സ്വാമി വിവേകാനന്ദന്റെ അടുത്ത് പറഞ്ഞു, നോക്കൂ, ലാട്ടു മഹാരാജ് എന്ന് വെച്ചാൽ അദ്ഭുതാനന്ദ സ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇതാ പുറപ്പെട്ടു പോയി. അദ്ഭുതാനന്ദ എന്ന് വിവേകാനന്ദ സ്വാമിയാണ് പേര് കൊടുത്തത്. കാരണം ഒരു പഠിപ്പും അറിവും ഇല്ല, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഒന്നും എഴുതാനോ വായിക്കാനോ അറിയില്ല. അങ്ങനെയുള്ള ആള് വലിയ ജ്ഞാനിയായി. ഉപനിഷത്തൊക്കെ വായിച്ചാൽ അദ്ദേഹം അർത്ഥം പറയും പിന്നാലെ. ഇക്കാലത്തില് ഉപനിഷത്തും ഗീതയൊക്കെ ആരെങ്കിലുമൊക്കെ വായിച്ചാൽ തെറ്റിയ അർത്ഥമാണെങ്കിൽ അദ്ദേഹം പറയും. അദ്ദേഹത്തിന്റെ സ്മൃതി കഥ എന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനോടുള്ള കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ ആരെങ്കിലും ഉപനിഷത്തൊക്കെ വായിച്ചാൽ അദ്ദേഹം അർത്ഥം പറയും. അപ്പോ അദ്ദേഹം ഇവിടെ ഈ റൂട്ടീനൊക്കെ ഇട്ടപ്പോൾ ഒരു ബ്രഹ്മചാരി ഓടി വന്ന് വിവേകാനന്ദ സ്വാമികളുടെ അടുത്ത് പറഞ്ഞു, നോക്കൂ, അദ്ഭുതാനന്ദ സ്വാമി ബാണ്ടൊക്കെ എടുത്ത് ഇറങ്ങി ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടു, വിളിക്കൂ. പോയി വിളിച്ചോണ്ട് വന്നു. എവിടേക്കാ പോണോ? അതേ, ഈ മണിയടിച്ചാൽ ധ്യാനിക്കുക, മണിയടിച്ചാൽ എണിക്കുക, അത്രയ്ക്കൊന്നും ഞാൻ ഉയർന്നിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. മണി അടിച്ച ഉടനെ മെഡിറ്റേഷൻ, മണിയടിച്ച ഉടനെ മെഡിറ്റേഷന് എഴുന്നേക്കാമെന്ന് എനിക്ക് പറ്റില്ല. അപ്പോ അവർക്ക് മണിയടിക്കൽ സമയമൊന്നുമില്ല, നിത്യനിരന്തരം അതിലിരിക്കണം എന്നുള്ളവർക്ക് ഇതൊന്നും സമയമൊന്നും ശരിയാവില്ല. ചിലര് ഇതൊക്കെ കേട്ട്, സ്വാമി നല്ല ഉപദേശം, ഈ വെറുതെ വീട്ടിലുള്ളവര് സമയത്തിന് എഴുന്നേക്കണ സമയം. ആരെയും കുട്ടികളെ ഒന്നും നിർബന്ധിച്ച് നേരത്തെ എണീപ്പിക്കരുത്. ഒരു പാക്കറ്റ് വെള്ളം ഒഴിച്ചാൽ മതി. കൗസല്യ സുപ്രജാരാസം നിർബന്ധിച്ച് തന്നെ എണീപ്പിക്കണം, വേറെ വഴിയില്ല. അത് പഴകണമല്ലോ, പഴകിയാലേ വരും. അപ്പോ ഈ ആരുടെയെങ്കിലുമൊക്കെ ഉപദേശം എടുത്ത് സൗകര്യം പോലെ ഉപയോഗിക്കാൻ വേണ്ടി പറയല്ല. അപ്പോ ഇവിടെ ഇന്നലെ അപ്പോ ജനകന്റെ ഉപദേശം പറഞ്ഞു. ജനകൻ, അനന്തമായ വിശ്വവീചികൾ എന്നിൽ ഉദ്ഭവിക്കുന്നു, നിൽക്കുന്നു, അടങ്ങുന്നു, ഞാൻ എപ്പോഴും പൂർണ്ണനായിട്ടിരിക്കുന്നു. ബന്ധത്തിന് കാരണം എന്താ? ഞാൻ കർത്താവാണെന്ന് ധരിച്ചത്. ഈ ധ്യാനിക്കുമ്പോൾ ഞാൻ ധ്യാനത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ ഇല്ല. ഇങ്ങനത്തെ ഭ്രമമൊക്കെ വിട്ടുകളയാണ്. സദാ ഞാൻ ആത്മാവ് തന്നെയാണ്, ശുദ്ധ ചൈതന്യമാണ്. ഇതങ്ങോട്ട് സ്വീകരിക്കുക. ഇവിടെ തൻ്റെ ഉള്ളിൽ ഏതൊന്ന് ഞാൻ എന്ന അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്നു, അത് ബ്രഹ്മമാണെന്ന്, അഖണ്ഡ ചൈതന്യമാണെന്ന് കണ്ടറിയുക. ഇതൊക്കെയാണ് ജ്ഞാനികളുടെ ഉപദേശം. ഇത് ശുഖബ്രഹ്മ മഹർഷി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ജനകൻ പറഞ്ഞു, അങ്ങ് നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞു, അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു, ഇനിയൊന്നും അങ്ങയ്ക്ക് അറിയാനില്ല. പ്രാപ്തം പ്രാപ്തവ്യം അഖിലം ഭവതാ പൂർണ്ണചേതസ. അവിടുന്ന് പൂർണ്ണചിത്തനാണ്. മനസ്സങ്ങനെ നിറഞ്ഞ് ബോധം തിളങ്ങി നിൽക്കുകയാണ്, പ്രകാശിച്ച് നിൽക്കുകയാണ്. ഉപാധികളോ ചിത്തവൃത്തികളോ വികാരങ്ങളോ ഒന്നിൻ്റെയും പ്രതിബന്ധമില്ലാതെ ശുദ്ധചേതന പ്രകാശിച്ച് നിൽക്കുകയാണ്. ന ദൃശ്യേ യതസി ബ്രഹ്മന്. ഇത് അവിടുന്ന് അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. മുക്തഹത്വം, അവിടുന്ന് ഫ്രീ ആണ്. ഭ്രാന്തി മുത്സൃജ അനുശിഷ്ട ഇത്യേവം ജനകേന മഹാത്മനാം.
ജനകനാൽ ഇങ്ങനെ അനുശാസിക്കപ്പെട്ടപ്പോൾ വേണ്ട വിധത്തിൽ ഒരു ഗുരു പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, രമണ മഹർഷി ഒരു സന്ദർഭത്തിൽ ടോക്സ് വിത്ത് രമണ മഹർഷിയിൽ പറയുന്നുണ്ട്, ഒരാളെങ്ങനെ ജ്ഞാനം നേടും. പല സ്ഥലത്ത് പല ഉപദേശങ്ങളുണ്ട്. അവിടെ പറയണു എങ്ങനെ ജ്ഞാനം നേടും ചോദിച്ചാൽ ഗുരു പറയണു, നിന്റെ സ്വരൂപം ശാന്തിയാണ് എന്ന് ഗുരു പറഞ്ഞാൽ അപ്പൊ തന്നെ ജ്ഞാനിയാവുന്നു. അത്രയ്ക്ക് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. കർപ്പൂരം തീയിൽ വെച്ചാൽ പിടിക്കണ പോലെ ഉപശാന്തോയം ആത്മാ, നിന്റെ സ്വരൂപം ശാന്തിയാണ് എന്ന് ഗുരുമുഖത്ത് നിന്ന് കേൾക്കുന്നു. ഇയാൾക്ക് അത്ര ശ്രദ്ധയും ഭക്തി ഉണ്ടെങ്കിൽ, ഈ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു പവർ ഉണ്ട് നമ്മളുടെ ഉള്ളിൽ. തപസ്സൊക്കെ ചെയ്ത് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ശ്രദ്ധ കിട്ടും. സാധന, ജപം, ധ്യാനമൊക്കെ ചെയ്ത ഒരാൾക്ക് എന്താ ലാഭം? ശ്രദ്ധ. ഉപനിഷത്ത് വളരെ ഗംഭീരമായിട്ട് പറയുന്നു, സൂര്യൻ എന്തിനു പ്രകാശിക്കുന്നു? എനിക്ക് ജ്ഞാനമുണ്ടാവാനായിട്ടാണെന്ന്. സൂര്യൻ പ്രകാശിക്കുന്നു, അതുകൊണ്ട് മേഘമുണ്ടാവുന്നു. എന്തിന്? എനിക്ക് ജ്ഞാനം ഉണ്ടാവാനായിട്ട്. മഴ എന്തിനു പെയ്യുന്നു? എനിക്ക് ജ്ഞാനം ഉണ്ടാവാനായിട്ടാണ്. അന്നം എന്തിനു ഉണ്ടാവുന്നു? എനിക്ക് ജ്ഞാനം ഉണ്ടാവാനായിട്ടാണ്. യാഭിരാദിത്യസ്തപതി രശ്മിഭിസ്താഭി പർജന്യോ വർഷതി പർജന്യേനോഷധി വനസ്പതയഃ പ്രജായന്തെ ഓഷധി വനസ്പതിഭിരന്നം ഭവതി അന്നേന പ്രാണാഃ പ്രാണൈർബലം ബലേന തപസ്തപസാ ശ്രദ്ധാ ശ്രദ്ധയാ മേധാ മേധയാ മനീഷാ മനീഷയാ മനോ മനസാ ശാന്തി ശാന്ത്യാ ചിത്തം ചിത്തേന സ്മൃതിഗ് സ്മൃത്യാ സ്മാരഗ് സ്മാരേണ വിജ്ഞാനം വിജ്ഞാനേന ആത്മാനം വേദയതി തസ്മാദന്നം ദദൻ സർവാണ്യേതാനി ദദാതി അന്നാത് പ്രാണാ ഭവന്തി ഭൂതാനാം പ്രാണൈർമനോ മനസശ്ച വിജ്ഞാനം വിജ്ഞാനാദാനന്ദോ ബ്രഹ്മയോനിഃ. സൂര്യൻ ഉദിക്കുന്നു, പ്രകാശിക്കുന്നു, മേഘം വരുന്നു, മഴ പെയ്യുന്നു, അന്നമുണ്ടാവുന്നു, അന്നം ഭക്ഷിച്ച് ബലമുണ്ടാവുന്നു, ബലം കൊണ്ട് തപസ് ചെയ്യുന്നു, തപസ് കൊണ്ട് എന്ത്? തപസാ ശ്രദ്ധ. ശ്രദ്ധ ഉദിക്കുന്നു. ശ്രദ്ധ ഉദിക്കും തോറും ശാസ്ത്രാർത്ഥം അറിയാനുള്ള ശക്തി വരും. മേധ, മേധയാ മനീഷ, ഈ കേട്ട തത്വത്തിനെ മനനം ചെയ്യാനുള്ള ശക്തി വരും. മനീഷയാ മനഃ, നിധിധ്യാസന ശക്തി വരും. മനസാ ശാന്തി, ആത്മാനുഭവം വരും. ശാന്ത്യാ ചിത്തം, ആ നിധിധ്യാസനം സമാധിയിലേക്ക് കൊണ്ടുപോകും. സ്വരൂപസ്മൃതി ശാശ്വതമായിട്ട് നിൽക്കും. ഇങ്ങനെ ആത്മാനം വേദയതി, ആത്മാവിനെ നല്ലവണ്ണം അറിയുന്നു എന്നാണ്. അപ്പൊ ഇതിന് ഒക്കെ കാരണം ഇത് അന്ന ശ്ലാഘനമാണിത്. ഒരാൾക്ക് ആര് കണ്ടു ഒരു പിടി അന്നം കൊടുത്താൽ ചിലപ്പോൾ അയാൾ ജ്ഞാനിയാവുന്നു. അങ്ങനെയാണ് ശ്രുതി അവസാനിപ്പിക്കുന്നത്. തസ്മാത് അന്നം ദദൻ സർവാണി ഏതാനി ദദാതി. അന്നം കൊണ്ട് ഒരു പക്ഷേ അയാള് ജ്ഞാനിയായേക്കാം. അപ്പൊ അന്നം ബലം കൊണ്ട് ശ്രദ്ധയായിട്ടും തപസ്സായിട്ടും ജ്ഞാനമായിട്ടും തീരും എന്ന് പറഞ്ഞു. ഇങ്ങനെ അപ്പോ നല്ല ഗുരു ഉപദേശിക്കുമ്പോ നല്ല ശ്രദ്ധയോടെ ഭക്തിയോടെ ഒരു വട്ടം കേൾക്കാമെങ്കിൽ ഏറ്റവും എളുപ്പമാണെന്നാണ്. ബാക്കിയുള്ളതിനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ ജ്ഞാനസാധനയിൽ വല്ലതൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കാനേ പഠിക്കണ്ടു. നമുക്കറിയാത്ത കാര്യം അതാണ്. ഏറ്റവും ബുദ്ധിമുട്ടാവാൻ കാരണം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നാളെ മുതൽ രാവിലെ എണീറ്റ് മിണ്ടാതെ നിശ്ചലമായിട്ട് ചിത്തവൃത്തികൾ അടക്കമൊന്നും വേണ്ട. ചിത്തവൃത്തികൾ വരട്ടെ പോകട്ടെ, ഒന്ന് ഇരുന്നു നോക്കൂ. സ്വാമി നാമം ചൊല്ലാമോ, അങ്ങനെ തുടങ്ങും. പിന്നെ മൊബൈലിൽ പ്രഭാഷണം കേൾക്കാമോ, ഇങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ പോകും പതുക്കെ. അപ്പൊ ഈ ചുമ്മാ നിശ്ചലമായിട്ട് ഇരിക്കലാണ് വലിയ ഉപദേശം. ബി ക്വയറ്റ്, ബി സ്റ്റിൽ, നിശ്ചലം. സാധിക്കുമെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്തും മെഡിറ്റേഷൻ ഒന്നും പഠിക്കണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിശ്ചലമായിട്ട്
രാവിലെ നല്ല പ്രസന്നമായിട്ട്, രാവിലെയോ രാത്രിയോ എപ്പോഴാണോ നിങ്ങളുടെ ശരീരം വളരെ ലാഘവത്തോടുകൂടി ഇരിക്കണോ, അപ്പം അങ്ങനെ നിശ്ചലമായിട്ട് ശാന്തമായിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. തസ്യ ആലസ്യ ധുരീണസ്യ, അഷ്ടാവക്രൻ പറയണ ആ മടിയ ചക്രവർത്തിക്കാണ് ഞാൻ, കുഴുമടിയ ചക്രവർത്തി. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണമുണ്ടോ? എന്നുവെച്ചാൽ ചിന്തിക്കാൻ പോലും റെഡിയല്ല എന്നർത്ഥം. ചിന്തയോജിത ഉജ്ജിതയാ ഉജ്ജത്തെ, ഒരു ചിത്തവൃത്തി ഉദയം ചെയ്യാൻ പോലും അനുവദിക്കാതെ നിശ്ചലമായിട്ടിരിക്കാം. ഇതിന് തീരുമാനിച്ചു ആര്? ശുകബ്രഹ്മ മഹർഷി. ഇതിന് തീരുമാനിച്ചിട്ട് ഇപ്പൊ തന്നെ ജനകന്റെ മുമ്പിൽ തന്നെ വിശശ്രാമ ശുകഃ സ്വസ്ഥേ പരമവസ്തുനി. ജനകൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ ശുകന്റെ മനസ്സങ്ങനെ വിശ്രാമം കണ്ടെത്തി, ആത്മവസ്തുവില് വിശ്രാമം കണ്ടെത്തി. അപ്പൊ തന്നെ സ്വസ്ഥമായി, ക്വയറ്റായി. എത്ര എളുപ്പം അല്ലേ? ഒരു കോഴ്സൊന്നും ആവശ്യമില്ല. ബാലകൃഷ്ണൻ നായർ സാറ് ഈ വാസിഷ്ടമൊക്കെ എഴുതിയിട്ടുണ്ടോ? അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും, അര കാശ് ചെലവില്ല, ഇതിങ്ങനെ കേൾക്കുക, നിശ്ചയിക്കുക എന്നൊക്കെ പറയുന്നത്. എന്നോട് അവസാനം ഒരിക്കൽ പറഞ്ഞു, സ്വാമി ഇത്ര എളുപ്പമായ കാര്യം ഇതൊന്നും ആർക്കും വേണ്ട. ഇവർക്ക് കുറേ പണം ഉണ്ടാക്കി വെക്കണം, എന്നിട്ട് കുറേ ദുഃഖിക്കണം. ഇതെവിടെയും കിട്ടാനില്ല. ആളുകൾക്ക് അത്ഭുതം വേണം, എന്തെങ്കിലും മാജിക് വേണം. വളരെ എളുപ്പമായി സരളമായ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിന് ഒരു രുചിയില്ല. ഇത് ജീവിതമാണ്, സൗഖ്യമായിട്ടിരിക്കാനുള്ള വഴിയാണ്. AI ഒക്കെ കണ്ടുപിടിക്കുന്ന അളവിന് നമുക്ക് ബുദ്ധിയുണ്ട്, അത്രയൊന്നും ഇത് ആവശ്യമില്ല. എന്തൊരു ഗംഭീര സിദ്ധിയ. ഒരു 2-3 വർഷം മുമ്പ് കുട്ടികളൊക്കെ കൂടെ കളിച്ചതാണ്. ഈ AI വരാൻ തുടങ്ങിയ സമയത്ത് റൈറ്റ് എ പോയം ഓൺ രമണ മഹർഷി ഇൻ ദ മീറ്റർ, ഇൻ ദ സ്റ്റൈൽ ഓഫ് ഏതോ ഒരു ഇംഗ്ലീഷ് പോയറ്റ്, വേർഡ്സ്വർത്തോ ടെനിസനോ എന്തോ ആണോ തോന്നുന്നു. റൈറ്റ് ലൈക്ക് 2 മിനിറ്റ് 10 ഇംഗ്ലീഷ് കപ്ലേറ്റ്സ്, മഹർഷിയുടെ ഉപദേശം, ഞാനാര്, ഇതൊക്കെ ഉണ്ടല്ലോ, നെറ്റിലുണ്ടല്ലോ, ഒക്കെ അങ്ങോട്ട് സംഗ്രഹിച്ച് 10 കവിതകൾ എഴുതി നല്ല ഗംഭീരമായി. നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്, അത്ര നന്നായിട്ട് എഴുതി. അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും ഭംഗിയായിട്ട് എഴുതുമായിരിക്കും. ഇവർ തമാശയായിട്ട് 2-3 വർഷം മുമ്പാണ് എൻ്റെ പേരിട്ടു. ഈ കുട്ടികൾ എൻ്റെ പേരിട്ടിട്ട് ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു പോയം എഴുതൂ. ഒരു 10-20 വർഷം നമ്മളുടെ പ്രഭാഷണം കേട്ട ആളെ പോലെ നമ്മൾ എന്തൊക്കെയാ പറയുക, ആ ആശയങ്ങളൊക്കെ പറഞ്ഞ് ആ പ്രഭാഷണം, അതിൽ രമണ മഹർഷി, ശങ്കരാചാര്യര് ഇതൊക്കെ പറഞ്ഞ് ഞാനാര് എന്നുള്ള വിചാരം, ആത്മവിചാരം, ഭക്തി, ഭാഗവതം എല്ലാം തൊട്ടിട്ട് അത് കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ശാന്തി. അതിനെന്ത് ശാന്തി? അത് പറയുന്ന കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ശാന്തി, ആനന്ദം എന്നൊക്കെ പറഞ്ഞ് ഒരു കവിത. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യന് പറയണത് ഇതൊക്കെ ക്രിയേറ്റിവിറ്റി ആണെന്നാണ് പറയണത്. അപ്പോൾ ഇതൊന്നും ക്രിയേറ്റിവിറ്റി അല്ല. ക്രിയേറ്റിവിറ്റിയിൽ 99% ഓട്ടോമാറ്റിക് റെസ്പോൺസാണ്, മെക്കാനിക്കലാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അതിന് ചെയ്യാൻ പറ്റണത്. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്താണ്? സർഗാത്മകത എന്താണ്? വാസ്തവത്തിലുള്ള ക്രിയേറ്റിവിറ്റി എന്താണ്? എന്താണ് അതിന് ചെയ്യാൻ പറ്റാത്തത്? അത് മാത്രമാണ് വാട്ട് വി കോൾ ആസ് സ്പിരിച്വൽ.
നത്തിങ് എൽസ്. ഇപ്പോൾ പ്രഭാഷണം അത് ചെയ്യും, വേദം പഠിപ്പിക്കണമെങ്കിൽ അത് പഠിപ്പിക്കും. ഇപ്പോൾ വേദപാഠശാലയിലൊക്കെ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ആദ്യാന്മാരോടൊക്കെ പറഞ്ഞിട്ട് വന്നു, നിങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് പഠിപ്പിക്കും. ഏതേത് കുട്ടിക്ക് എങ്ങനെ വേണം, ഏത് കുട്ടിക്ക് എത്ര സന്ത പറഞ്ഞാൽ ഫലിക്കും, ഇതൊക്കെ അതിനറിയാം. അതുകൊണ്ട് ആ കുട്ടി ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്, മുത്തച്ഛൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്, പഴയ പാട്ടൊന്നും പാടില്ല. അത് കുട്ടികളെയൊക്കെ തയ്യാറാക്കി വേണ്ട വിധത്തിൽ തയ്യാറാക്കി വിടും വേണമെങ്കിൽ. പക്ഷേ സദാചാരമോ ആ ഒരു 8 വർഷം ആ ഗുരുകുലത്തിൽ വസിച്ചിട്ടുള്ള സൗഖ്യമോ അതൊന്നും കിട്ടില്ല. സ്നേഹം, ശാന്തി അതൊന്നും കിട്ടില്ല. ഈ പ്രൊഡക്ടിവിറ്റി ആണെങ്കിൽ അത് സാധിച്ചു തരും വാസ്തവത്തിലുള്ള. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്മളിൽ സംഭവിക്കണതാണ്. അത് സാധിക്കില്ല അതിന്. അത് അതിനെ കൊണ്ട് പറ്റില്ല. സർജറി, ഓപ്പറേഷൻ ചെയ്യണോ, അത് ഭംഗിയായിട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ പറയണം. ഒന്നും അല്ലേ, ഹ്യൂമൻ ഫ്ലോ ഒന്നും ഇല്ലാതെ ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് സാധിച്ചു തരും. പക്ഷെ ഞാൻ ആരാ? അപ്പോഴാണ് ചോദിക്കേണ്ടത്, ഞാൻ ആരാണ്? കാരണം ഞാൻ ചെയ്യണ മറ്റു കാര്യങ്ങളൊക്കെ ഇത് ഭംഗിയായിട്ട് ചെയ്യും. പാചകം ഭംഗിയായിട്ട് ചെയ്യും, വണ്ടി ഡ്രൈവർ വേണ്ട. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ഡ്രൈവറൊന്നുമില്ല, പിശാചം ഓടിക്കണ പോലെ ഓടിച്ചോണ്ടിരിക്കും. ഡ്രൈവറൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടും തനിയെ. വിളിച്ചാൽ തനിയെ ഒരു വണ്ടി വന്ന് നിൽക്കും. ഇപ്പോഴൊക്കെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞു. അമേരിക്കയിലൊക്കെ കുറച്ച് ദിവസങ്ങളെ വേണ്ടു ഇവിടെയൊക്കെ വരാൻ. ഇനി നമ്മളുടെ അവിടുത്തെ തിരക്ക് ഇവിടെ ഒന്നും നടക്കില്ല. അതൊക്കെ നടക്കും, കാരണം അതിനറിയാം എങ്ങനെയാണ് വേണ്ടതൊക്കെ. കുറച്ചുകൂടെ കാര്യങ്ങൾ വെടുപ്പായിട്ടൊക്കെ ചെയ്യും അത്. പക്ഷേ അതിന് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണ്? നിങ്ങളെ സമാധാനമാക്കുക. അതിന് ചെയ്യാൻ പറ്റില്ല. സമാധാനം വേണ്ട വഴിയൊക്കെ പറഞ്ഞു തരും. ശാന്തിയോടെ മുമ്പ് തന്നെ നമ്മൾ പറയും എന്തൊക്കെയോ പേസ് മേക്കറൊക്കെ വെക്കണം. പീസ് മേക്കർ വലുതും വെച്ചൂടെ? ഒരു പെട്ടിയിൽ കയറിയിരുന്നാൽ നമുക്ക് നല്ല സമാധാനം, നല്ല ശാന്തി. അപ്പോ നോക്കൂ, മാനസികമായ കാര്യങ്ങളിൽ പോലും ഇൻഫ്ലുവൻസ് ആവും. കാരണം മനസ്സും ജഡമാണ്. അതുകൊണ്ടാണ് ചില കെമിക്കൽസ് ഒക്കെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്താൽ സന്തോഷം വരും, ആനന്ദം വരും, ബുദ്ധി. അപ്പൊ ആ മണ്ഡലവും അല്ല. ചില ഗ്യാസ് ഉള്ളിൽ പോയാൽ ചിരിക്കും, ചിലത് ഉള്ളിൽ പോയാൽ സന്തോഷത്ത്. അതല്ല. അപ്പൊ ആ പ്ലെയിനും വന്നു പോകുന്ന പ്ലെയിനാണ്. ബുദ്ധിയിൽ അറിയുന്ന അറിവൊക്കെ തന്നെ നമുക്ക് തന്നെ അറിയും. പലതും മറന്നു പോകും. ആരാ എന്താ ഒക്കെ പേര്, അവനവന്റെ പേരെ പലരും നിശ്ചയില്ലാതായി. അപ്പൊ ഇതൊക്കെ തള്ളിക്കളഞ്ഞ് ഈ മെക്കാനിക്കൽ ജഡമായിട്ടുള്ളതിന്റെ മുഴുവൻ മൂലമായിട്ടുള്ള ഒരു ആവരണം ഉണ്ട്. അതിനും അപ്പുറം ചെല്ലുമ്പോ ഒരു ചൈതന്യമുണ്ട്. സകല സൃഷ്ടിക്കും മൂലമായ ഇരിപ്പിടമായ സർഗാത്മകതയുടെ ബിന്ദു. അത് ക്രിയേറ്റഡ് അല്ല. അതുകൊണ്ടാണ് പറയണത് അൺക്രിയേറ്റഡ് ആയിട്ടുള്ളതിനെയാണ് തിരയണത്. നാസ്തി അകൃതഃ കൃതേന. ആ ഇൻസൈറ്റ് വരുമ്പോഴാണ് ഒരാൾ വേദാന്തത്തിലേക്ക് വരുന്നത്. അയാൾ എല്ലാം ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കി ദ ഹോൾ, ദ ഇൻഫിനിറ്റ് cannot be attained by doing. Doing is very limited. Do get. ഇത്ര നേരം ജപിച്ച അത്ര നേരം സുഖം, ഇത്ര നേരം ധ്യാനിച്ചത്. അതിനും അപ്പുറം ഇതിനൊക്കെ പുറകില് എല്ലാത്തിനും ഇടം നൽകിക്കൊണ്ട് അനന്തമായ ഒരു ഭൂമാവുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചകഞ്ഞ് പോകുമ്പോ ഇതൊക്കെ തള്ളിക്കളഞ്ഞ് തള്ളാൻ കഴിയാതെ അവശേഷിക്കുന്ന ഒരു ആകാശമുണ്ട്. അത് പൂർണ്ണമാണ്. അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കൊണ്ട് നേടിയെടുക്കുന്നതല്ല, ചെയ്യാത്തത് കൊണ്ട് നഷ്ടപ്പെടുന്നതല്ല. അത് ശാശ്വതമാണ്, സത്തയാണ്, എക്സിസ്റ്റൻസ് ആണ്. അത് നമ്മളുടെ സ്വാഭാവിക സ്ഥിതിയാണ്. അത് കിട്ടിക്കഴിയുമ്പോണ്ടല്ലോ
നമ്മളുടെ മുക്തി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്വത്തല്ല, അത് അതിൻ്റെ സ്വഭാവമാണത്. അത് നിത്യമുക്തമാണ്. എന്തൊരു ഗംഭീരമായ അറിവാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറഞ്ഞ ഈ അറിവ് മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിഗംഭീരം ഭാവയാഥാത്മ്യം മുക്തി നിബന്ധനം ആഗമമന്തരേണ ഉത്പ്രേക്ഷിതുമപി അശക്യം. ഈ ഗംഭീരമായ ഭാവയാഥാത്മ്യം എന്നാണ് അതിന് വാക്ക് പറയുന്നത്. ഭാവയാഥാത്മ്യം എന്ന് വെച്ചാൽ സത്യത്തിന്റെ യഥാവത് സ്ഥിതി. അതിനെ ഊഹിക്കാൻ പോലും മനുഷ്യന്റെ ഇന്റലക്റ്റിന് പറ്റില്ല. മനുഷ്യന്റെ ഇന്റലക്റ്റിന് ഊഹിക്കാൻ പറ്റുമെങ്കിൽ തന്നെ അത് ലിമിറ്റഡ് ആയി പോകും. അപ്പൊ ഇതെങ്ങനെ അറിഞ്ഞു? അതാണ് പറയണത്, അത് റിവീൽ ചെയ്യണതാണെന്നാണ്. അതുകൊണ്ടാണ് അതിന് അപൗരുഷേയം എന്ന് പറയുന്നത്. ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി, ഹ്യൂമൻ ആക്ഷന്റെ ലിമിറ്റേഷനെ കടന്നു നിൽക്കുന്നതാണത്. അതുകൊണ്ടാണത് ശാശ്വതം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കർത്തൃത്വം, നിങ്ങളുടെ സാധന കൊണ്ട് അതിനെ പിടിക്കാൻ പറ്റില്ല. എന്നാൽ സാധന ചെയ്യണം. ഏതുവരയ്ക്കും? സാധകൻ ഇല്ലാതാവുന്നവരയ്ക്കും. സാധകനില്ലാത്ത സ്ഥലത്ത് സിദ്ധവസ്തു സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അത് അപൗരുഷേയം എന്ന് പറയുന്നു. അത് ബിയോണ്ട് ഹ്യൂമൻ ടച്ച്, ബിയോണ്ട് എനി എഫേർട്ട്. ഒറിജിനലാണത്. അപ്പൊ അതിനെ തൊട്ടുകഴിഞ്ഞ മനസ്സുണ്ടല്ലോ, അത് ലൗകികമായി ഇറ്റ് ഈസ് ദേശകാലാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. പെട്ടതിരി പറഞ്ഞല്ലോ, ദേശകാലാവധിഭ്യാം നിർമുക്തം, ദാറ്റ് വിച്ച് ഈസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. നിത്യമുക്തം, ഇറ്റേണലി ഫ്രീ. നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. നൂറ്റിക്കണക്കിന് വേദവാക്യങ്ങൾ പറയുന്നത് അസ്പഷ്ടം. നമ്മളുടെ ബുദ്ധിക്ക് പിടികിട്ടണ്ട, മനസ്സിൽ ചിന്തിച്ചിട്ട് മനസ്സിലാവണില്ല. ദൃഷ്ടമാത്രം എന്നാൽ അതിനെ കാണാനൊരു വഴിയുണ്ട്. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ പുനഃ ഒരു പുരുഷാർത്ഥാത്മകം, അത്യത്ഭുതമായ ഒരു പുരുഷാർത്ഥത്തിനെ, ഫുൾഫിൽമെന്റിനെ തരുന്നു എന്നാണ്. ദ പേഴ്സൺ ബിക്കംസ് കംപ്ലീറ്റ്, ഹോൾ, പൂർണ്ണം. അത് അയാളുടെ സാമർത്ഥ്യം, വ്യക്തിത്വത്തിന്റെ സാമർത്ഥ്യം നേടിയെടുക്കുക ഒന്നുമല്ല. അത് അതിന്റെ സ്വഭാവമാണ്, അത് അതിന്റെ സ്വരൂപമാണത്. ഇതിനെ കണ്ടെത്തിയിട്ടാണ് ശ്രീശുകൻ വിശശ്രാമ ശുകസ്തൂഷ്ണീം സ്വസ്ഥേ പരമവസ്തുനി എന്നാണ്. ആ പരമവസ്തുവിനെ കണ്ടെത്തിയിട്ട് സ്വയം അതിനകത്ത് വിശ്രമിച്ചു. നോക്കൂ, ഈ വസ്തു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗീതയിൽ ക്ഷേത്രം എന്ന് പറയുന്നുണ്ടല്ലോ. ക്ഷേത്രം എന്ന് വെച്ചാൽ ശരീരം മാത്രമല്ല, ശരീരത്തിന്റെ എക്സ്റ്റൻഷനാണ് ഈ വേൾഡ്. അവിദ്യയുടെ മണ്ഡലം. നമ്മൾ നല്ലത് ചെയ്യുന്നു, ചീത്ത ചെയ്യുന്നു, എല്ലാം ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ്. വലിയ വലിയ ആളുകള്, ഒന്നും അറിയാത്തവൻ, എല്ലാവരും ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ്. മഹാബുദ്ധിശാലികള്, വലിയ വലിയ ശാസ്ത്രജ്ഞര്, വലിയ വലിയ കലാകാരന്മാര്, അവർ ഒരു എൻഡിൽ നിൽക്കണമെങ്കിൽ ഒരറിവുമില്ലാത്ത മന്ദബുദ്ധികൾ മറ്റൊരു എൻഡിൽ നിൽക്കുന്നു. രണ്ടുപേരും ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ്. ഇതിനകത്ത് എത്ര വലിയ കാര്യം ചെയ്യും, എത്ര ചെറിയ കാര്യം ചെയ്യും, ഒക്കെ ഇങ്ങനെ 1 ലിറ്റർ വെള്ളവും 100 ലിറ്റർ വെള്ളവും തമ്മിലുള്ള വ്യത്യാസം വെള്ളം തന്നെ. പക്ഷെ ഈ ക്ഷേത്രത്തിന് പുറത്തു പോയ ആളുണ്ടല്ലോ, അയാൾ വേറെയാണ്. അയാൾ ഇതിന്റെ ദേശകാലത്തിനുള്ളിൽ പെടില്ല. അയാൾ ചെയ്യുന്നതൊന്നുമില്ല, ചെയ്യാനൊന്നുമില്ല, നേടിയെടുക്കാനൊന്നുമില്ല, അയാൾക്ക് ആയിത്തീരാനൊന്നുമില്ല, അറിയാനൊന്നുമില്ല. വിശശ്രാമശുകഃ തൂഷ്ണീം സ്വസ്ഥേ പരമവസ്തുനി. ആ പരമവസ്തുവില് എന്ന് വെച്ചാൽ ക്ഷേത്രത്തിന് അപ്പുറം പോയിട്ടുള്ള ആ ക്ഷേത്രജ്ഞനില് വിശ്രമിച്ചു. ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് 24 തത്വങ്ങൾ. 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, 5 പ്രാണൻ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം മുതലായിട്ടുള്ളത് എല്ലാം ഇതിനകത്താണ്. ഇതുകൊണ്ടാണ് ഈ ലോകത്തിലുള്ള സകല സാമഗ്രികളും നേടിയെടുക്കുന്നത്. മറ്റേത് ഇതിനപ്പുറമാണ് പുരുഷ. അത് ഇതുകൊണ്ട് സ്പർശിക്കപ്പെടില്ല. അത് സ്വയം പൂർണ്ണമാണ്. അതുകൊണ്ടാണ് അതിന് പുരുഷൻ എന്ന് പറയുന്നത്. സ്വയം പൂർണ്ണത്വമാണ് അതിന്റെ സ്വരൂപം. അത് അറിഞ്ഞ് മുനി സകല സംശയങ്ങളും ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരെ. ആ പരാവരമായ തത്വത്തിനെ അറിഞ്ഞ് ഹൃദയത്തിലുള്ള അഹങ്കാര ഗ്രന്ഥി പൊട്ടിപ്പോയി മുനി അങ്ങനെ സ്വതന്ത്രനായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം?
ഏകാന്തത്തിൽ സ്വസ്ഥമായിട്ട് ആ രസം അനുഭവിച്ചങ്ങനെ ഇരിക്കാം എന്നാണ്. ഇനിയൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു ശുഗൻ. സമാധ്യർത്ഥം അനിന്ദിതം. ലോകത്തില് ഒരു ഡിസ്റ്റർബൻസും ഇല്ല, ഒരു റിപ്പിളും ഉണ്ടാക്കണില്ല. അങ്ങനെ ഒരാൾ സമാധിസ്ഥനായിട്ട് ഇരുന്നാൽ തന്നെ ലോകത്തിന് മംഗളം ഉണ്ടായിക്കോളും. അദ്ദേഹം ഇരിക്കുന്ന ആ ജ്ഞാനത്തിന്റെ എനർജി മതി ലോകത്തിനെ മംഗളം ചെയ്യാനായിട്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല. അങ്ങനെ അവിടെ ഒരുപാട് വർഷങ്ങൾ നിർവികൽപ്പ സമാധിയിലിരുന്ന് ശമിച്ചു എന്നാണ്. ആ ശുഗൻ അങ്ങനെ ശമിച്ചു. വ്യപഗത കളനാ കളങ്ക ശുദ്ധ സ്വയമമലാത്മനി പാവനേ പദേശൗ സലിലകണൈവാംബുധൗ മഹാത്മാ വികളിതവാസനമേകതാം ജഗാമ. ഒരു കുമിള കടലിൽ ലയിക്കുന്ന പോലെ ശുഗന്റെ വ്യക്തിത്വം അഖണ്ഡത്തില് ലയിച്ചുപോയി. തസ്യ വ്യാസതനൂജസ്യ മലമാത്രാപമാർജനം യഥോപയുക്തം തേ രാമ താവദേവ ഉപയുജ്യതേ. ജ്ഞാതജ്ഞേയസ്യ മനസഃ നൂനമേതദ്വിലക്ഷണം ന സ്വാദന്തേ സമഗ്രാണി ഭോഗവൃന്ദാനി യത്പുനഃ. ചിലര് നമുക്ക് ആ വസ്തു അറിഞ്ഞു എന്നൊക്കെ തോന്നിയാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇനിയും ഈ ഭോഗവിഷയങ്ങളിലൊക്കെ നമുക്ക് ടേസ്റ്റ് ഉണ്ടോ, രുചിയുണ്ടോ, അപ്പോ ഇനിയും സ്വസ്ഥമായിട്ട് അതിൽ ശമിച്ചിട്ടില്ല എന്നർത്ഥം. ഭോഗഭാവനയാ യാതി ബന്ധോ ദാർഢ്യം അവസ്തുജഃ തയോപശാന്തയാ യാതി ബന്ധോ ജഗതി താനവം. ഭോഗത്തിലുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അത് കൂടുന്തോറും ബന്ധം കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സ് ജഡീകൃതമായിട്ട് തീരും, തമോ ഗുണം ബാധിക്കും. അറിയുന്ന അറിവിന് ഊക്കുണ്ടാവില്ല, വീര്യമുണ്ടാവില്ല. എത്ര കണ്ട് ആ ഭാവന കുറയും തോറും പതുക്കെ പതുക്കെ അത് ഇല്ലാതാവും തോറും ഇയാൾക്ക് ലാഘവം ഉണ്ടാവും, ഉള്ളിൽ സരളത ഉണ്ടാവും, ശാന്തി ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവും. അവസ്തുജഃ ബന്ധ. വസ്തുവിലല്ല ഈ ബന്ധമിരിക്കുന്ന, അവസ്തുവിലാണ്. പല സാധനങ്ങളും കണ്ട് കണ്ട് രസിച്ച് ഭാവനാമാത്രമായ സുഖത്തിൽ രമിക്കുകയാണ്. അപ്പോ വാസനാതാനവം രാമ, ഇത് വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ്. വാസനാതാനവം രാമ മോക്ഷയിതി ഉച്ചതേ ബുധൈഹി. വിശ്വാമിത്രനാണ് ഈ ശ്ലോകം വരേണ്ടത്. ഇത് വളരെയധികം കോട്ട് ചെയ്യപ്പെടുന്ന ശ്ലോകമാണ്. മോക്ഷം എന്ന് വെച്ചാൽ എന്താ? വാസനാതാനവം, വാസനകൾ കുറഞ്ഞു 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 വരുന്നതും വാസനകൾ ഇല്ലാതാവുന്നതാണ് ഹേ രാമ മോക്ഷം എന്ന് പറയുന്നത്. ഉള്ളിലിങ്ങനെ ഇത് വേണം അത് വേണം എന്നുള്ള വാസനകളുടെ മാറാലെ ഒന്നുമില്ല. അവൻ മുക്തനാണ്. വാസനാതാനവം രാമ മോക്ഷയിതി ഉച്യതേ ബുധൈഹി. പദാർത്ഥവാസനാദാർഢ്യം ബന്ധയിത്യവിധീയത്തെ. പദാർത്ഥ വാസനാദാർഢ്യം, വസ്തുക്കളൊക്കെ ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ എനിക്ക് വേണം, ഇത് കിട്ടിയാലേ ഞാൻ സുഖമായിട്ടിരിക്കുള്ളൂ എന്ന് ഉള്ള ബലമായിട്ടുള്ള ആഗ്രഹം ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ബന്ധം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആളുകൾക്ക് പ്രബലമായ ആഗ്രഹങ്ങളുണ്ട്. ഇത് കിട്ടിയാലേ എനിക്ക് സുഖമാവുള്ളൂ, ഇന്ന സുഖം എനിക്ക് വേണം, ഇന്ന സ്ഥലത്ത് പോയി താമസിക്കണം, ഇന്ന ജോലി കിട്ടണം, ഇത്ര പണം കിട്ടണം, റെക്കഗ്നിഷൻ കിട്ടണം, എൻ്റെ പേര് പത്രത്തിൽ വരണം. ഇപ്പം ആരും പത്രമൊന്നും വേണ്ടല്ലോ, യൂട്യൂബിലിടണം, പിന്നെ എന്താ പറയുക, ലൈക്ക് വരണം. പുതിയ പുതിയ മായയാണ്, പുതിയ പുതിയ മായയാണ്. ഇതൊക്കെ ബന്ധ ഇത്യവിധീയതേ. പദാർത്ഥ വാസനാദാർഢ്യം ഒരു ഇമാജിനേഷൻ ആണല്ലോ അല്ലേ? ആളുകളൊക്കെ നമ്മളെ കണ്ട് രസിക്കുന്നു എന്നൊക്കെ ഭാവന ചെയ്യാണ്. ആളുകൾക്ക് എവിടെ നേരം? അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ കാണും, അത് അവരുടെ എന്റർടൈൻമെന്റ് ആണ്. നമ്മൾ വിചാരിക്കുകയാണ് നമ്മളെ ഇതൊക്കെ ഈ സിനിമയിൽ നടിക്കുന്നവരൊക്കെ ആളുകൾക്ക് ഇമാജിനേഷൻ മാത്രമാണ്. എത്ര പേർക്ക് അവർ ഒറിജിനൽ കഥാപാത്രം ഒറിജിനലായി
അവരെ പുറത്ത് കാണുന്ന ആളുകൾ തന്നെ വളരെ അപൂർവമായിരിക്കും. ഭാവനയിലാണ് അവരൊക്കെ, വ്യക്തികളൊക്കെ ഭാവനയിലാണ്. ഈ വ്യക്തികളെയൊക്കെ നമ്മൾ ഭാവനയിൽ വെച്ചുകൊണ്ട് നമ്മളുടെ ഭാവനയിൽ അവർക്ക് ഒരു കഥാപാത്രങ്ങളൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഇന്ന വസ്തുക്കൾ ഇത് വേണം അത് വേണം. സ്വർണം ധാരാളം വാങ്ങി വെക്കണം. മധുരയിൽ ഒരിക്കൽ പോയപ്പോൾ 1000 ജ്വല്ലറി ഉണ്ട് എന്നാ പറയണത്. ഞാൻ 500 എന്നൊരു പ്രഭാഷണത്തിൽ പറഞ്ഞു, ആളുകൾ തിരുത്തിയില്ലേ 1000 ഉണ്ടാവും. ഈ 1000 ജ്വല്ലറി, പച്ചക്കറിക്കട പോലും അത്രയില്ല. എന്നാലോ ആളുകൾ ഇതൊന്നും ഇട്ട് നടക്കുന്നതും കാണാനില്ല. എവിടേക്കാ പോണതാവോ? പഴയ കാലത്തൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് അവിടെ കണക്ഷനൊക്കെ ഉണ്ടാവും, ഓരോടത്ത് ഇങ്ങനെ തൊങ്ങിക്കിടക്കണുണ്ടാവും. അപ്പം അങ്ങനെയൊന്നുമില്ല. എന്നാലും ഒക്കെ വാങ്ങി വെക്കുകയാണ്. എന്നിട്ട് അവസാനം ചത്തുപോകുന്നു. പാപം ശിവശിവ. ഇതൊക്കെ ഇമാജിനേഷൻ മാത്രമാണ്. എന്തൊക്കെയോ എവിടെയൊക്കെയോ വെച്ച് കോടികളുടെ കണക്കാണ് ആളുകൾ പറയണത് അല്ലേ. 1000 കോടി 10,000 കോടി. ഭഗവാനെ എന്തു ചെയ്യും? ഇതൊക്കെ വ്യക്തികളുടെ സ്വത്താണ്. എന്നിട്ട് അവരങ്ങനെ എത്ര പണം കൂടുന്നു അതിനനുസരിച്ച് ആനന്ദം കൂടിയാ വേണ്ടില്ല. അതൊന്നുമില്ല, ടെൻഷനാണ്, പേടിയാണ്. അതുമാത്രമല്ല, അവരെക്കാളും പണക്കാരുണ്ടെങ്കിൽ അവരോട് അസൂയ. തമാശാണ്. നോക്കൂ, ഈയിടെ പറയണ്ട 1000 കോടി സ്വത്തുണ്ടെങ്കിൽ അവർക്ക് 2000 കോടി കടം. ഈ നമുക്ക് 100 രൂപ സ്വത്തുള്ള ആൾക്ക് 50 രൂപ കടം പോലെ ഇതേ സിസ്റ്റമാണ്. അപ്പൊ ഈ 100 രൂപ സ്വത്ത് 50 രൂപ കടമുള്ള ആള് ബെറ്ററാണ്. 50 രൂപ കയ്യിലുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ പദാർത്ഥവാസന. ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭാവനയിൽ. ഇതൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് സുഖിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ച് ബന്ധയിത്യഭിധീയത. ഇതൊക്കെ ബന്ധമാണ്. മനസ്സിൽ കുറേ സാമഗ്രികളെ കയറ്റി വെച്ചിരിക്കുകയാണ്. വാസനാതാനവം. ഈ വാസനയൊക്കെ കുറഞ്ഞു വരുന്നു. തനുതായാതി എന്നുവെച്ചാൽ അത് മെലിഞ്ഞു വരും തോറും ആള് ഫ്രീ ആവുന്നു. എത്ര ആളുകളെ എനിക്കറിയാമോ, വീട് കെട്ടിയിട്ട് കോടിക്കണക്കിന് ചെലവാക്കി ഒരാൾ വീട് കെട്ടി. വീട്ടിനകത്ത് സ്വിമ്മിങ് പൂള്, വീട്ടിനകത്ത് വീടും കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ട്. തിരുവണ്ണാമലയിലും ഒക്കെ കാണാറുണ്ട് അതൊക്കെ, വലിയ വീടൊക്കെ ആയിട്ട്. എന്നിട്ടിപ്പോ നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കുക ആരെയും വാങ്ങിക്കുമെന്നാണ്. ഞാൻ പറയും, എനിക്കെന്തത് കച്ചവടമാണോ? ഇത് വാങ്ങിക്കാനുള്ള കാശൊന്നും ആരുടെ കയ്യിലും ഇല്ല. അവര് പറയണത് 8-10 കോടി രൂപയൊക്കെ കൊടുത്ത് ആരും വാങ്ങിക്കും? അവർക്ക് ഇപ്പൊ ബുദ്ധിമുട്ടാണ്, വന്ന് താമസിക്കാനേ പറ്റിയിട്ടില്ല. വളരെ നോക്കിക്കഴിയുമ്പോൾ ജീവിതം ഒരു വലിയ പ്രഹേളികയാണ്. വലിയ വീടുകൾ കെട്ടണോ, താമസിക്കുന്നില്ല. ആരെങ്കിലുമൊക്കെ വന്ന് താമസിക്കും. സ്ഥലങ്ങൾ വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ എന്തിനു ചെയ്തു? ഭാവനയാണ്. ഇതേപോലെ തന്നെ ഇങ്ങനെ ആയാൽ സുഖം, അങ്ങനെ ആയാൽ സുഖം, ഇന്ന ജോലി കിട്ടിയാൽ സുഖം. അവസാനം അവിടെ സുഖമൊന്നും കാണാനില്ല. മരുമരീച്ചിക ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോ വെള്ളമൊന്നുമില്ല. യശഃ പ്രവൃത്തിന യസ്മൈ ഹേതുനൈവ വിനാ പുനഃ ഭോഗ ഇഹ നരോ ഛന്ദേ സ ജീവൻ മുക്ത ഉച്യത്തെ. ആർക്കാണോ ഒരു ഭോഗത്തിലും രുചിയില്ല, ആത്മാവിലാണ് രുചി, അവൻ ജീവൻ മുക്തനാണ്. പക്ഷേ ചിലരങ്ങനെയൊന്നും ഇല്ലാതെ ഇരിക്കും. എന്തിനാന്ന് വെച്ചാൽ ഫെയിമിന് വേണ്ടിയിട്ട്. അത് തന്നെ ഒരു പ്ലഷറാണ്. എന്നെക്കുറിച്ച് ആളുകളൊക്കെ നല്ലത് പറയണം. അങ്ങനെയല്ല എന്നാണ്. എന്നുവെച്ചാൽ ആരും കാണാനില്ലാതെ നിങ്ങളുടെ അധ്യാത്മ ജീവിതം നടക്കണം. നിങ്ങൾ ചെയ്യുന്ന ആധ്യാത്മികത ആരും അറിയുമൊന്നും വേണ്ട. നിങ്ങളുടെ ധ്യാനവും അനുഷ്ഠാനവും ഒക്കെ നിങ്ങൾ മാത്രം മതി. മറ്റൊരു കാരണവും കൂടാതെ അതൊക്കെ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാവും. രാമോ യഥേതത് ജാനാതി വസ്തു അസ്തി ഇത്യേവ സന്മുഖാത്. നോക്കൂ, രമണ മഹർഷി പറഞ്ഞത് ഇവിടെ ഉണ്ട്.
എപ്പോഴാണോ മുമുക്ഷുവായ ഒരാള് ആത്മാവ് നിന്റെ സ്വരൂപമാണ്, അത് നിന്റെ ഇരുപ്പാണ്, അതുണ്ട് എന്ന് നല്ല ജ്ഞാനികളിൽ നിന്ന് കേൾക്കുന്നത് ആകർണ്യ ചിത്ത വിശ്രാന്തി മാപ്പുനോതി. കേട്ടിട്ട് അയാളുടെ സമാധിസ്ഥനാവുന്നതാണ്. സാധനയൊന്നും വേണ്ടാത്രേ. നല്ല വിശ്വാസവും ശ്രദ്ധയുണ്ടെങ്കിൽ ഗുരു പറഞ്ഞു, ആത്മാവ് ആണ് നീ, അതാണ് നിന്റെ സ്വരൂപം, നീ ശരീരം. അങ്ങനെ വിശ്വസിച്ചു. വിചാരത്തിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല, ശാന്തി നേടിയതാണ്. ഇതാണ് മഹാവാക്യോപദേശത്തിന്റെ ഒക്കെ രഹസ്യം. ഒറ്റ പ്രാവശ്യം ചെവിയിൽ മഹാവാക്യോപദേശം ചെയ്യുന്നു സന്യാസ സമ്പ്രദായത്തിൽ സന്ദർഭത്തിൽ. പ്രതീക്ഷിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ ഒരു പ്രാവശ്യം കൊണ്ട് ഇയാൾ മുക്തനാവണമെന്നാണ്. കാരണം വാസ്തവമായി സത്യത്തിനെ വിളിച്ചു പറയണം, അത്രയേ ഉള്ളൂ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം വീണ്ടും വീണ്ടും ഒക്കെ പറയണം. ഒരു പ്രാവശ്യം പറഞ്ഞാൽ കഴിഞ്ഞു. അത്രയ്ക്ക് പക്വത വേണം. ഉണ്ടെങ്കിൽ കാര്യം എളുപ്പമാണ്. കേൾക്കുന്ന ക്ഷണത്തിലെ ആപ്നോതി നേടിയെടുക്കുന്നു. അസ്ഥിത്യേവോപലബ്ധവ്യ, അസ്ഥി എന്ന് വേണം കിട്ടാൻ എന്നാണ്. അസ്ഥി എന്ന് പറയുമ്പോൾ തന്നെ കിട്ടണോ അത്രയും. അത്രാസ്യ ചിത്ത വിശ്രാന്തി രാഘവസ്യ മഹാത്മനഃ യുക്തിം കഥയതു ശ്രീമാൻ വസിഷ്ഠോ ഭഗവാൻ അയം. വിശ്വാമിത്രൻ പറയാണ്, ഭഗവാൻ വസിഷ്ഠൻ ഇവിടെ ഉണ്ട്, ഇനി എന്തു വേണം? ഈ ഭഗവാൻ വസിഷ്ഠൻ രാമന് ശാന്തി ഉണ്ടാവാൻ വേണ്ട ഉപദേശം കൊടുക്കട്ടെ. രഘൂണാം ഏഷ സർവേഷാം പ്രഭുഃ കുലഗുരുഃ സദാ സർവജ്ഞ സർവസാക്ഷി ച ത്രികാലാമല ദർശനഃ. ത്രികാലാത്മദർശിയായ ഈ വസിഷ്ഠ ഭഗവാൻ ഉപദേശം ചെയ്ത്, രാമൻ സർവജ്ഞനാണ്, സർവസാക്ഷിയാണ് വസിഷ്ഠൻ. വസിഷ്ഠ ഭഗവൻ പൂർവം കച്ചിത് സ്മരസി യത് സ്വയം ആവയോർ വൈരശാന്ത്യർത്ഥം ശ്രേയസേ ച മഹാദിയ ഉപദിഷ്ടം ഭഗവതാ ജ്ഞാനം പത്മഭുവാ മുഹുഃ തദേവ ഉപദിശാദ്യ ത്വം രാമായ അന്തേ നിവാസിനെ. ഒരു പ്രസിദ്ധ കഥയുണ്ട്, വിശ്വാമിത്രനും വസിഷ്ഠനും കൂടിയുള്ള കലഹം. ആരംഭത്തിൽ രണ്ടുപേർക്കും കൂടെ കലഹം ഉണ്ടായി. വിശ്വാമിത്രന്റെ പ്രശ്നമാണ്, അദ്ദേഹം വസിഷ്ഠനെ എങ്ങനെയെങ്കിലുമൊക്കെ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചു. രാജാവായിരുന്നു അപ്പോൾ. പക്ഷെ വസിഷ്ഠന്റെ അടുക്കൽ ഒന്നും നടന്നില്ല. വസിഷ്ഠന്റെ അടുത്തൊരു കാമധേനു ഉണ്ടായിരുന്നു, സുരഭി. വിശ്വാമിത്രൻ രാജാവായിട്ട് വലിയ സൈന്യമൊക്കെ ആയിട്ട് വസിഷ്ഠന്റെ ആശ്രമത്തിലേക്ക് വന്നു. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, ഒരു AI ഉണ്ടായിരുന്നു അപ്പോൾ. വസിഷ്ഠൻ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഞാൻ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞു. മഹർഷി ഈ ആശ്രമത്തിൽ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു വിചാരിച്ചു വിശ്വാമിത്രൻ. അപ്പൊ നോക്കുന്നു, നല്ല സമൃദ്ധമായ ആഹാരം കാര്യങ്ങളും ഒക്കെ വന്നു. ഇത്രയും പട്ടാളക്കാരൊക്കെ കഴിച്ചു. എല്ലാവർക്കും വേണ്ടതൊക്കെ കൊടുത്തു. ശിവാനന്ദ ആശ്രമത്തില് നമ്മളവിടെ ഇരിക്കുമ്പോൾ ഋഷികേശില് അവിടെ പറഞ്ഞു, 600 പേർക്ക് 20 മിനിറ്റ് കൊണ്ട് ചോറ് വയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് ആ കുക്കിംഗ് ഫെസിലിറ്റീസൊക്കെ. അതൊക്കെ ഇപ്പോൾ പല സ്ഥലത്തും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് നല്ല ദേവകന്യകളൊക്കെ വന്ന് വിളമ്പി കൊടുത്തു അത്രേ. അപ്പോൾ വിശ്വാമിത്രൻ ചോദിച്ചു വസിഷ്ഠനോട്, ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കിവിടെ കാമധേനു ഉണ്ട്, അവൾ എൻ്റെ യജ്ഞത്തിന് വേണ്ടതൊക്കെ തരും. യജ്ഞത്തിന് വേണ്ടതൊക്കെ ഭഗവാൻ ബ്രഹ്മാവ് എനിക്ക് കൽപ്പിച്ച് തന്നിരിക്കുന്നതാണത്. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഈ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം എല്ലാ കാലത്തും ഇതേപോലെയാണ്. അവിടെ കാമധേനുവാണെങ്കിൽ അത് അമ്പലമാണെങ്കിലും അത് എന്താണെങ്കിലും എനിക്ക് വേണം. ദൈവം ഇല്ല എന്നൊക്കെ ഞാൻ പറയും, പക്ഷെ അമ്പലത്തിൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ നടക്കണുണ്ടോ ആ അമ്പലം എനിക്ക് വേണം. ഇതാണ്. അപ്പൊ ഈ രാഷ്ട്രീയക്കാര് എല്ലാ കാലത്തും ഇങ്ങനെയാണ്. ഓൾ പ്രോബ്ലംസ് ആർ ക്രിയേറ്റഡ് ബൈ പൊളിറ്റീഷ്യൻസ് ആൻഡ് ദേ സൂപ്പർ ഇമ്പോസ് ദ കോസ് ഓൺ റിലീജിയൻസ് എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ് അത് രാമേശ്വരത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ പ്രശ്നവും രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയിട്ട് മതത്തിന്റെ തലയിൽ ഇടും. മതത്തിന്റെ ഉള്ളിൽ നടക്കും, പക്ഷെ മതമല്ല കാരണം. പലപ്പോഴും ചില ആശയങ്ങൾ കാരണമായിരിക്കാം, പലപ്പോഴും അതിനകത്തുമുള്ള രാഗദ്വേഷങ്ങളാണ്.
അതിനകത്തുള്ളവരുടെ മതമാത്സര്യങ്ങളാണ്. അപ്പൊ ഇത് നോക്കുമ്പോൾ ഇവിടെ രാജാവായിട്ട് വന്നിട്ട് ഈ പശുവിനെ തരണം എന്ന് പറഞ്ഞു. വസിഷ്ഠൻ പറഞ്ഞു അത് സാധിക്കില്ല, ഇത് ഈ യജ്ഞത്തിനുള്ളതാണ്, ഇത് തരാൻ ഒക്കില്ല. അത് തരാം, ഇത് തരാൻ പറ്റില്ല. പിടിച്ചെടുക്കാൻ നോക്കി, സൈന്യങ്ങളെയൊക്കെ കൊണ്ടുവന്നു. മഹർഷി പറഞ്ഞു, കാമധേനുവിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, നീ തന്നെ നോക്കിക്കൊള്ളുന്നു. അവൾ അപ്പൊ ക്രിയേറ്റ് ചെയ്തു കുറെ റോബോട്ട്, ഇതൊക്കെ വരും നാളെ. അവരൊക്കെ ചെന്ന് പടപൊരുതി വിശ്വാമിത്രന്റെ സൈന്യമൊക്കെ തോൽപ്പിച്ചാണ്. വിശ്വാമിത്രൻ ആശ്ചര്യപ്പെട്ടു പോയി. കൂടുതൽ സൈന്യം കൊണ്ടുവന്നു, എല്ലാം തോറ്റുപോയി. അപ്പൊ വിശ്വാമിത്രൻ തീരുമാനിച്ചു, ഇതിന്റെ രഹസ്യം തപസ്സാണ്. തപസ് ചെയ്ത് സകല ആയുധങ്ങളും സമ്പാദിച്ചു. അഗ്നിയസ്ത്രം, വരുണാസ്ത്രം, ബ്രഹ്മാസ്ത്രം എല്ലാം കൊണ്ടുവന്നിട്ട് വസിഷ്ഠൻ, അത് കാമധേനുവിനെ കൊണ്ടൊന്നും ചെയ്യാനൊക്കില്ലെന്ന് പറഞ്ഞ് വസിഷ്ഠന്റെ ആശ്രമത്തിന് നേരെ പ്രയോഗിച്ചു. വസിഷ്ഠ മഹർഷി കയ്യിലൊരു ദണ്ഡുണ്ട്, ആ ദണ്ഡം കൊണ്ടുവന്ന് ഇങ്ങനെ മുമ്പിൽ വെച്ചു. അത്രേ. ആ ദണ്ഡത്തില് ഈ ചെയ്ത് അയച്ച വെപ്പൺസ് മുഴുവൻ, സകല ന്യൂക്ലിയർ പവറും അതിനകത്ത് അടങ്ങിപ്പോയി. അപ്പോഴാണ് വളരെ പ്രസിദ്ധമായ ഒരു കാര്യം വിശ്വാമിത്രൻ പറയുന്നത്, ദിഗ്ബലം ക്ഷാത്രബലം. ഈ മനുഷ്യന്റെ പവർ ഉണ്ടല്ലോ, സെൽഫ് എഫേർട്ട് കൊണ്ടുള്ള ഈ രാജാവിന്റെ മറ്റൊക്കെ ബലം, ദിഗ്ബലം ക്ഷാത്രബലം ഒന്നിനും കൊള്ളില്ല. ബ്രഹ്മതേജോ ബലം ഫലം. ബ്രഹ്മതേജസ്സാണ് ബലം. അതുകൊണ്ട് ഞാൻ തപസ് ചെയ്ത് ഇപ്പോ ബ്രാഹ്മണനാവാൻ പോവുകയാണെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് പിന്നെ ഉഗ്ര തപസ് ചെയ്തു, പലവട്ടം വീണു, പല പതനം ഉണ്ടായി, വീണ്ടും എഴുന്നേറ്റു, വീണ്ടും തപസ് ചെയ്തു, ഒരുപാട് മെനക്കെട്ടു പാവം. എന്നിട്ട് ബ്രഹ്മാവൊക്കെ പറഞ്ഞു, നിങ്ങള് ബ്രഹ്മഋഷിയാണ്, ആദ്യം ഋഷിയായി, ഇപ്പൊ ബ്രഹ്മഋഷിയായി. വസിഷ്ഠൻ പറയണമെന്ന്. വസിഷ്ഠന്റെ വായു കൊണ്ട് ഞാൻ ബ്രഹ്മഋഷിയാണെന്ന് പറയണമെന്ന് അവസാനം വസിഷ്ഠൻ പറഞ്ഞു. വസിഷ്ഠ ഭഗവാൻ വളരെ വിനയാന്വിതനാണ്, അദ്ദേഹം പറഞ്ഞു ബ്രഹ്മഋഷിക. അപ്പൊ ആ സമയത്ത് വിശ്വാമിത്രൻ പറയാണ്, നമ്മൾ തമ്മിൽ ഇങ്ങനെ കലഹം കൂടുമ്പോൾ ബ്രഹ്മാവ് ഒരു കാര്യം ചെയ്തു, രണ്ടുപേരുടെ ഉള്ളിലും ഈ രാഗദ്വേഷമൊക്കെ ശമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും പിടിച്ചിരുത്തി ഒരു സത്സംഗം ചെയ്തു. അത്രേ ബ്രഹ്മാവ്. രണ്ടുപേർക്കും ആത്മവിദ്യ ഉപദേശിച്ചു. അത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് അത് നല്ലവണ്ണം മുൻപേ അറിഞ്ഞിട്ടുള്ള ആളാണല്ലോ. എനിക്കാണ് ആ ഉപദേശമൊക്കെ ചെയ്തത്. അങ്ങ് മുമ്പേ ഇതൊക്കെ അറിഞ്ഞിട്ടുള്ള ആളാണോ? അതുകൊണ്ട് അത് രാമന് ഉപദേശിച്ചു കൊടുക്കണം. തജ്ഞാനം ച സശാസ്ത്രാർത്ഥഃ തദ്വൈദഗ്ധ്യമഖണ്ഡിതം സുശിഷ്യായ വിരക്തായ സാധോ യത് ഉപദിശ്യത്തെ. അതാണ് ജ്ഞാനം, അതാണ് ശാസ്ത്രത്തിന്റെ അർത്ഥം. നല്ല ഗുരു നല്ല ശിഷ്യന് സമയത്തിൽ എന്തു പറഞ്ഞു കൊടുക്കുന്നു അതാണ് സർവവും. അശിഷ്യായ അവിരക്തായ യത്കിഞ്ചിതുപദിശ്യതേ തത്പ്രയാതി അപവിത്രത്വം ഗോക്ഷീരം ശ്വധൃതാവിവ. വൈരാഗ്യമില്ലാത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ശാസ്ത്രാർത്ഥം. ഇന്ദ്രിയ വിഷയലോലുപനായ ആൾക്ക് ഈ വിഷയങ്ങൾ ഉള്ളിൽ പോയാൽ നല്ല പാലാണ്, പക്ഷെ നായ്ത്തോല് കൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ അത് എടുത്തുകൊണ്ട് വന്നാൽ എങ്ങനെയുണ്ടാവോ അതുപോലെ ആയിപ്പോകുന്ന ഗോക്ഷീരമാണ്, പക്ഷെ ഉപയോഗിക്കാൻ കൊള്ളില്ല. ഇത്യുക്തേകാധിപുത്രേണ വ്യാസനാരദപൂർവകാഹ മുനയസ്തേ തമേവാർത്തം സാധു സാധു ഇത്യപൂജയൻ. ഈ സത്സംഗം വിശ്വാമിത്രനും വസിഷ്ഠനും രാമനും ഒക്കെ കൂടെ കൂടുമ്പോഴേക്കും നമ്മുടെ അപ്പർ ലെവലിലുള്ള ആളുകളൊക്കെ വന്നു. കണ്ടില്ലേ, ദേവന്മാര്, വ്യാസൻ നാരദനൊക്കെ വന്നിരിക്കുന്നുണ്ടെന്നാണ്. അവിടെ മുകളിലിരുന്ന് അവരൊക്കെ കാണുകയാണ്. അപ്പോൾ വ്യാസ നാരദ പൂർവജാഹ അവരൊക്കെ വന്നിട്ട്
ഈ വാസിഷ്ഠൻ നടക്കുന്ന സ്ഥലത്ത് മുകളിൽ വന്ന് നിൽക്കുന്നു. മുകളിൽ എന്ന് വെച്ചാൽ മുകളിലിരിക്കുന്ന ആളൊക്കെ ചിരിച്ചു. അവരെല്ലാം ഞാൻ പറഞ്ഞത് അവരുടനെ അവരെയാണെന്ന് ധരിച്ചു. അപ്പോ ആ ദേവതകളൊക്കെ അങ്ങനെ ഇരിക്കണം. അപ്പൊ അവരൊക്കെ സാധു സാധു ശരിയാണെന്ന് പറഞ്ഞിട്ട് അത് തന്നെയാണെന്ന് പറഞ്ഞു. അഥോ വാച മഹാതേജാഃ രാജ്ഞഃ പാർശ്വേ വ്യവസ്ഥിതഃ ബ്രഹ്മേവ ബ്രഹ്മണഃ പുത്രോ വസിഷ്ഠോ ഭഗവാൻ മുനിഃ. ബ്രഹ്മപുത്രനായ വസിഷ്ഠൻ ഉപദേശിക്കാൻ തയ്യാറായി. മുനേ യദാദിശസി മേ തദ് അവിഘ്നം കരോമ്യഹം. മുനേ യദാദിശസി മേ തദവിഘ്നം കരോമ്യഹം. കസ്സമർത്ഥ സമർത്ഥോപി സദാം ലംഘയിതും വചഃ. സജ്ജനങ്ങളുടെ ആജ്ഞയെ എങ്ങനെ ലംഘിക്കാൻ കഴിയും? സ്മരാമി അഖണ്ഡിതം സർവം സംസാര ഭ്രമശാന്തയേ നിഷധാദ്രൗ പുരാ പ്രോക്തം യജ്ഞാനം പദ്മയോനിന. പദ്മയോനി ഏതൊരു ജ്ഞാനം ഉപദേശിച്ചോ അത് നല്ലവണ്ണം എൻ്റെ ഓർമ്മയിലുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇത്രയും പറഞ്ഞ് വാൽമീകി മഹർഷി ആ പ്രകരണത്തിനെ അവസാനിപ്പിക്കുകയാണ്. ഇതി നിഗദിതവാനസൗ മഹാത്മാ പരികരബന്ധഗൃഹീത വക്തൃതേജാഃ അകഥയദിദം അജ്ഞതോപശാന്ത്यै പരമപദൈക വിബോധനം വസിഷ്ഠഃ. ഇത്രയും കൊണ്ട് വൈരാഗ്യ പ്രകരണം അവസാനിക്കുകയാണ്. അടുത്തത് മുമുക്ഷു വ്യവഹാര പ്രകരണം എന്നുള്ളതാണ് രണ്ടാമത്തത്. 6000 ശ്ലോകങ്ങളാണ് ലഘുയോഗ വാസിഷ്ഠം. ഈ മുമുക്ഷു വ്യവഹാര പ്രകരണത്തിൽ ആദ്യത്തെ ശ്ലോകം വായിച്ചു നിർത്താം. സർവദാ സർവമേവേഹ സംസാരേ രഘുനന്ദന സമ്യക് പ്രയുക്താത് സർവേണ പൗരുഷാത് സമവാപ്യതേ. ഒരു ഗംഭീര പ്രഖ്യാപനമാണ് പറയണത്. വസിഷ്ഠൻ തുടങ്ങുമ്പോൾ പറയണത്, ആദ്യം നിങ്ങൾ ഈ ഉദ്യമത്തിന് ഇറങ്ങുമ്പോൾ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക. ഈ സംസാരത്തിൽ എപ്പോഴും എല്ലാം നല്ല വണ്ണത്തിൽ വേണ്ട വിധത്തിൽ ശാസ്ത്രീയമായിട്ട് പ്രയോഗിക്കപ്പെടുന്ന ഇച്ഛാശക്തി, പൗരുഷം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ശാസ്ത്രീയമായ പൗരുഷം നമ്മളിൽ ഉണരട്ടെ എന്നാണ്. ഈ അധ്യാത്മ ജീവിതത്തിന് കൃതനിശ്ചയന്മാരായ സാധുക്കളായിട്ട് നമ്മൾ തീരട്ടെ. അതിനുള്ള പൗരുഷം നമ്മളിൽ ഉണരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 6 ദിവസമായിട്ട് നടന്നിട്ടുള്ള 7 ദിവസം എന്ന് നമുക്ക് പറയാം. അതിലും കൂടുതൽ മുമ്പ് രാവിലെയുമൊക്കെ ആയിട്ട് നടന്ന ഈ സത്സംഗ ഒരു മഹോത്സവം നമുക്കിവിടെ സമാപിക്കുകയാണ്. ദേവനാരായണൻ മാഷവരൊക്കെ അടുത്ത വർഷം 100ാമത്തെ വർഷവും ഇത് തുടർന്ന് നടത്തണമെന്നൊക്കെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഭഗവാൻ എങ്ങനെ വഴിവിടുമോ എന്ന് നോക്കാം എന്ന്. എൻ്റെ കാര്യമൊന്നും ഇങ്ങനെ ഇന്ന വിധം എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടൊരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ വളരെ പ്രിയമായി ഈ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഒന്നും നോക്കാതെ തന്നെ ദേവനാരായണൻ മാഷ് ഹൊസൂറിലേക്ക് വരികയും അവിടെ വന്ന് ക്ഷണിക്കുകയൊക്കെ ചെയ്തു. ആ ഒരു സത്സംഗം നടത്തുമ്പോൾ ആ നടത്തുന്ന ആളുകളുടെ ഉള്ള ഭാവമാണ് നമ്മളെ നിർബന്ധിക്കുന്നത്. പലപ്പോഴും അവരുടെ ഒരു ഉദ്യമം, ആ ഉദ്യമമാണ് അതിന് മുഖ്യമായ കാരണം. ചിലരൊക്കെ പറയും ഞങ്ങളുടെ അവിടേക്കൊന്നും വരണേ ഇല്ല, വിളിച്ചാലല്ലേ വരുള്ളൂ. അപ്പൊ ആ വിളിക്കുന്ന വിധമുണ്ടല്ലോ, അപ്പോൾ ആ വിളിക്കുന്ന ഭാവം, അതിനു വേണ്ടിയുള്ള ഉദ്യമം, അതിലാണ്, ആ ഭക്തിയിലാണ് സത്സംഗരിക്കുന്നത്. അതുപോലെ അവരുടെ ആ ഉദ്യമം, അവരുടെ ശ്രദ്ധാഭക്തിയിലാണ് നമുക്ക് ഈ സത്സംഗം നടന്നത്. ഭഗവാൻ രാമചന്ദ്രൻ
സീതാലക്ഷ്മണ ഹനുമത് സമേതനായ ഈ നവരാത്രി സന്ദർഭത്തിൽ, നവമി സന്ദർഭത്തിൽ ആരാധ്യനായ ഭഗവാനെ നമ്മൾ സ്മരിച്ചുകൊണ്ട് ഈ സത്സംഗം ഭഗവാന്റെ ചരണത്തിൽ സമർപ്പിക്കാം. ജാനകീകാന്തസ്മരണം ഹര നമഃ പാർവതീപതയേ. സദാ രാമ രാമേതി നാമാമൃതം തേ സദാ രാമമാനന്ദനിഷ്യന്തകന്ദം പിബന്ധം നമന്തം സുതന്തം ഹസന്തം ഹനുമന്തമന്തർഭജേതം നിതാന്തം. സദാ രാമ രാമേതി നാമാമൃതം തേ സദാ രാമമാനന്ദനിഷ്യന്തകന്ദം പിബന്നന്വഹം നന്വഹം നൈവ മൃത്യോ ബിഭേമി പ്രസാദാത് തവൈവ പ്രഭാവിൻ. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാ തം രമണം ഭജാമി.